കുറച്ചുപേരുടെ വീഡിയോ ഓൺ ചെയ്യാനുണ്ടല്ലോ. അഷ്ന ജോയി വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൽഡിഹൈഡ്സിനെ പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ്? ആൽഡിഹൈഡിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് ആവണി പറയൂ. വിച്ച് ആർ ദ മെത്തേഡ്സ് ഫോർ പ്രിപ്പയറിംഗ് ആൽഡിഹൈഡ്സ്? അവണിയുടെ ഓഡിയോ കേൾക്കുന്നില്ല. ഏതൊക്കെയാണ് സാൻഡ്ര പറയൂ, ഏതൊക്കെയാണ് മെത്തേഡ്സ്? ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ, ആൽക്കഹോളിന്റെ ഡീഹൈഡ്രോജനേഷൻ അല്ലെ? ഡീഹൈഡ്രോജനേഷൻ ആണ്, ഡീഹൈഡ്രേഷൻ അല്ല കേട്ടോ. ഡീഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കഹോൾ യൂസിങ് കോപ്പർ 573 കാറ്റലിസ്റ്റ്. പിന്നെ വേറെ? ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ, ആൽക്കഹോളിന്റെ ഓക്സിഡേഷൻ യൂസിങ് PCC അല്ലെ? PCC വെച്ച് ഓക്സിഡൈസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ വേറെ മെത്തേഡ്? പിന്നെ റോസൻമണ്ട് റിയാക്ഷൻ. റോസൻമണ്ട് റിയാക്ഷൻ. റോസൻമണ്ട് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അസൈൽ ക്ലോറൈഡ്, ആസിഡ് ക്ലോറൈഡ് എന്നുള്ള റിയാക്ഷൻ ആണ്. ഹൈഡ്രജൻ, പലേഡിയം, ബേരിയം സൾഫേറ്റ് വെച്ചിട്ട് ഉള്ള റിയാക്ഷൻ. പിന്നെ അവരോട് പഠിപ്പിച്ചില്ലേ? സ്റ്റീഫൻ റിയാക്ഷനും നൈട്രൈലിൽ നിന്നുള്ള റിയാക്ഷൻ. സ്റ്റീഫൻ റിയാക്ഷൻ നൈട്രൈലിൽ നിന്ന് നേരിട്ട് ആൽഡിഹൈഡിനെ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ അതിനെ തന്നെ നമ്മൾ ഡൈബാൽ ഉപയോഗിച്ചിട്ടും ഡൈഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ചും നൈട്രൈലിനെ ഡയറക്റ്റ് ആയിട്ട് എന്താക്കുന്നുണ്ട്? ഈ പറയുന്ന ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഒരു എസ്റ്റർ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇഫ് യു ആർ ടേക്കിംഗ് ആൻ എസ്റ്റർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CH3 CH2 COO C2H5 ഇതൊരു എസ്റ്റർ ആണല്ലോ. CH3 CH2 COO C2H5 COOR ഇതാണ് എസ്റ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. COOR ഇതാണ് എസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ ആറിന്റെ സ്ഥാനത്താണ് ഈ C2H5 എന്ന് കൊടുത്തിരിക്കുന്നത്. ഈഥൈൽ ഗ്രൂപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ എസ്റ്ററിനെയും നമ്മൾ എന്ത് ചെയ്യാണ്? ഡൈബാൽ H ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. ഡൈബാൽ H ഉപയോഗിക്കുകയാണെങ്കിൽ ഈ എസ്റ്ററും എന്തായിട്ട് മാറും? അതിന്റെ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ആയിട്ട് മാറുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ CH3 CH2 COH ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആയിട്ട് മാറുന്നതായിരിക്കും. ഇത് എസ്റ്ററിനെയും നമുക്ക് എന്താക്കി മാറ്റാൻ സാധിക്കും? ആൽഡിഹൈഡ് ആയിട്ട് മാറ്റാനായിട്ട്, കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതും നമ്മൾ ഡൈബാൽ H ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഡൈബാൽ Hന്റെ രണ്ട് യൂസ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന് നൈട്രൈലിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ പറ്റും, അത് പോരാത്തതിനെ എസ്റ്ററിനെയും ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നിങ്ങളോട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ ഒരു എസ്റ്റർ തന്നിട്ട് പറയും ഈ എസ്റ്ററിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റാനുള്ള റിയേജന്റ് ഏതാണ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഉത്തരം ഡൈബാൽ H എന്നാണ് ഉത്തരം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എസ്റ്റർ തന്നിട്ട് ആരോ മാർക്കിന്റെ മേളിൽ ഡൈബാൽ H എന്ന് വരും. എന്നിട്ട് നിങ്ങളോട് പ്രോഡക്റ്റ് എഴുതാൻ പറയും. അപ്പൊ അതിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റണം. ഇങ്ങനത്തെ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഈ ഭാഗത്തുനിന്ന് ചോദിക്കും. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഡൈബാൽ Hന്റെ യൂസ്. എസ്റ്ററിനെയും നമുക്ക് ആൽഡിഹൈഡ് ആക്കി മാറ്റാം, നൈട്രൈലിനെയും ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ഡൈബാൽ H ഉപയോഗിക്കുന്നത്. ശരി, അത് ഇന്നലെ പറയേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. ഓക്കെ, ഇപ്പൊ ഡൈബാൽ Hന്റെ യൂസ് വിട്ടുപോയതല്ല, ആക്ച്വലി അവസാനത്തെ 2 മിനിറ്റ് പോയതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇന്ന് അടുത്ത റിയാക്ഷനിലേക്ക് പോവാം. ഇനി എത്രാമത്തെ റിയാക്ഷനാ? 5ഓ? മിലൻ, എത്രാമത്തെ റിയാക്ഷനാണ് ഇനി നമ്പർ? ഇപ്പൊ 5ന്റെ Aയും Bയും നമ്മൾ കഴിഞ്ഞു. ഇപ്പൊ 6th ആയിരിക്കും. ഇനി 6. ഓക്കെ, അപ്പൊ 6ാമത്തതാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻസ്. ആൽക്കീനിന്റെ ഓസോണോളിസിസ് വഴി എങ്ങനെയാണ് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്? ഈ ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. സോ ബൈ ദ ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻസ് എന്ന് എഴുതുക. അപ്പൊ അതിന് നമ്മൾ ആദ്യം ഒരു ആൽക്കീൻ സെലക്ട് ചെയ്യുക. ആ ആൽക്കീനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഓസോണോളിസിസിന് വിധേയമാക്കാൻ പോകുന്നത്. സോ ഞാൻ ഇവിടെ എടുക്കുന്ന ആൽക്കീൻ നിങ്ങൾ നോക്കുക, ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൽക്കീൻ തന്നെ എടുത്തേക്കാം. സോ CH3 CH2 CH2 ഇല്ല, CH ഡബിൾ ബോണ്ട് CH3 CH3 ഇതാണ് ആൽക്കീൻ എന്ന് വിചാരിക്കുക. ഇതൊരു ആൽക്കീൻ ആണല്ലോ, ഇതിനകത്ത് ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ ആൽക്കീനെ നമ്മൾ ഓസോണോളിസിസിന് വിധേയമാക്കുകയാണ്. അപ്പൊ ഇവിടെ ഓസോണോളിസിസിന്റെ റിയേജന്റ് ഏതാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓസോണോളിസിസിന്റെ റിയേജന്റ് ആണ് ഓസോൺ സിങ്ക് ഇൻ വാട്ടർ. ഇതാണ് ഓസോണോളിസിസിന്റെ റിയേജന്റ്. ഈ റിയേജന്റ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം.
എന്താണ് ഓസോൺ സിങ്ക് ഇൻ വാട്ടർ. സിങ്ക് ഇൻ വാട്ടർ എന്നാണ് അത് വായിക്കേണ്ടത് കേട്ടോ. സിങ്ക് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. സിങ്ക് അല്ലെങ്കിൽ വാട്ടർ, സിങ്ക് ഓർ വാട്ടർ എന്നല്ല അത് വായിക്കേണ്ടത്. സിങ്ക് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. ഇതാണ് ഇവിടുത്തെ റിയേജന്റ്. അപ്പൊ ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, ഈ സിങ്ക് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ ആ റിയേജന്റിന്റെ അതിന്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ സിങ്ക് ഇൻ വാട്ടർ എന്ന് പറയുന്ന ആ റിയേജന്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ സിങ്ക് ഇൻ വാട്ടർ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആ ഡബിൾ ബോണ്ട് ഇല്ല എന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക. എന്ത് ചെയ്യണം, ഡബിൾ ബോണ്ട് അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രോഡക്റ്റ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഡബിൾ ബോണ്ടിന്റെ തൊട്ട് മുമ്പുള്ള സാധനത്തിനെ അങ്ങനെ തന്നെ എഴുതുക. അതായത് ഫോർ എക്സാമ്പിൾ CH3CH ഇങ്ങനെ എഴുതി. ഇനി ഡബിൾ ബോണ്ടിന്റെ അപ്പുറമുള്ള സാധനത്തിനെയും നിങ്ങൾ ഇച്ചിരി നീക്കി എഴുതുക. അത് എഴുതുമ്പോൾ നമുക്ക് ഇതിപ്പോ CH3CH3 ഇങ്ങനെയാണ്. ഇത് നമുക്ക് നേരെ തന്നെ എഴുതാം, ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല, ഞാൻ നേരെ എഴുതാം. സോ CH3CH3 ഇങ്ങനെ എഴുതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്ന രണ്ട് കാർബൺസ് ഉണ്ടല്ലോ, അപ്പൊ ഈ ഡബിൾ ബോണ്ട് വെച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന രണ്ട് കാർബൺ, അത് ഏതൊക്കെയാ, ഈ കാർബണും ഈ കാർബണും. ആ രണ്ട് കാർബണിലേക്കും ഒരു ഡബിൾ ബോണ്ട് O എന്ന് കൊടുക്കുക. അപ്പൊ ഈ കാർബണിലേക്ക് ഒരു ഡബിൾ ബോണ്ട് O കൊടുക്കുക. ഈ കാർബൺ അല്ലായിരുന്നോ ഈ സീൽ വെച്ച് ജോയിൻ ചെയ്തിരുന്നത്, ഡബിൾ ബോണ്ട് വെച്ച് ജോയിൻ ചെയ്തിരുന്ന കാർബൺ ഇതല്ലേ, അപ്പൊ അങ്ങോട്ടേക്കും ഒരു ഡബിൾ ബോണ്ട് കൊടുക്കുക, നടുക്ക് ഒരു പ്ലസ് കൊടുക്കുക. ഇതാണ് രണ്ട് പ്രോഡക്റ്റ്. അപ്പൊ ഈ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റ് ആൽഡിഹൈഡ് ആണ്, ഒരു പ്രോഡക്റ്റ് കീറ്റോൺ ആണ്. So one is an aldehyde and the other one is a ketone. ഒരു ആൽഡിഹൈഡും ഒരു കീറ്റോണും ആണ് കിട്ടിയത്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, നമ്മള് ഓസോണോളിസിസ് എന്ന് പറഞ്ഞാൽ റിയേജന്റ് ആരാണ്, ഓസോണും സിങ്ക് ഇൻ വാട്ടറും ആണ് റിയേജന്റ്. സിങ്ക് ഇൻ വാട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഈ ബോണ്ട് ബ്രേക്കിംഗ് റിയേജന്റ് ആണ്. സിങ്ക് ഇൻ വാട്ടർ എന്ത് റിയേജന്റ് ആണ്, ബോണ്ട് ബ്രേക്കിംഗ് റിയേജന്റ്. ബോണ്ട് ബ്രേക്കിംഗ് റിയേജന്റ് ആണ് ഈ സിങ്ക് ഇൻ വാട്ടർ. അപ്പൊ സിങ്ക് ഇൻ വാട്ടർ ചെയ്ത് കഴിയുമ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ ഇനി ആ ബോണ്ട് അവിടെ ഇല്ലാന്ന് സങ്കല്പിക്കുക. ആ ബോണ്ടിന്റെ തൊട്ട് മുമ്പുള്ള സാധനവും ബോണ്ട് കഴിഞ്ഞിട്ടുള്ള സാധനം നിങ്ങൾ നീക്കി എഴുതുക. അതിനുശേഷം ആ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്ന കാർബണിലേക്ക് രണ്ടിടത്തേക്കും ഒരു ഡബിൾ ബോണ്ട് O നോക്കുക. ഇതാണ് ഈ ഓസോണോളിസിന്റെ പ്രോഡക്റ്റ് കിട്ടാനുള്ള വഴി. ഇനി നിങ്ങൾ നോക്കേണ്ടത്, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോ ഈ ഡബിൾ ബോണ്ടിന് തൊട്ട് മുമ്പുള്ള കാർബണിൽ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നു അല്ലെ, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് കിട്ടിയത്. എന്നാൽ ഈ ഡബിൾ ബോണ്ടിന്റെ ഇപ്പുറയുള്ള കാർബണിൽ എന്തില്ല, ഹൈഡ്രജൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും, കീറ്റോൺ ആയിരിക്കും കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഒരു ഡബിൾ ബോണ്ടുള്ള രണ്ട് കാർബൺ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് കാർബണിലും ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ, എന്താണ് പറഞ്ഞത്, ഡബിൾ ബോണ്ടിലുള്ള രണ്ട് കാർബണിലും ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്, ഹാഫിസിന് പറയാമോ? ഡബിൾ ബോണ്ടിലുള്ള രണ്ട് കാർബണിലും ഹൈഡ്രജൻ ഉണ്ടെന്ന് വിചാരിക്കും. ഇതിന്റെ അകത്ത് ഒരെണ്ണത്തിൽ ഹൈഡ്രജൻ ഉണ്ടോ, ഒരെണ്ണത്തിൽ ഹൈഡ്രജൻ ഇല്ല. ഞാൻ ഇനി ചോദിക്കുകയാണ്, രണ്ടെണ്ണത്തിലും ഹൈഡ്രജൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ പ്രോഡക്റ്റ് കിട്ടിയുണ്ടെന്ന് ഹാഫിസ്? പറഞ്ഞോളൂ. ഹലോ, രണ്ട് ആൽഡിഹൈഡ് കിട്ടും. രണ്ടിലും ഹൈഡ്രജൻ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് രണ്ട് ആൽഡിഹൈഡ് കിട്ടും. ഇനി രണ്ടിലും ഹൈഡ്രജൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് പ്രോഡക്റ്റ് കിട്ടുമായിരുന്നു ഡിയോൺ? രണ്ടിലും ഹൈഡ്രജൻ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ട് കീറ്റോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓസോണോളിസിസ് വഴി നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ത് വേണമെങ്കിലും ആവാം. അത് നമ്മളുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ രണ്ട് ആൽഡിഹൈഡ് കിട്ടാം, ചിലപ്പോൾ രണ്ട് കീറ്റോൺ കിട്ടാം, ചിലപ്പോൾ ഒരു ആൽഡിഹൈഡ് ഒരു കീറ്റോണും കിട്ടാം. മനസ്സിലായോ? അപ്പൊ ഒരെണ്ണം നിങ്ങൾ തന്നെ ചെയ്യുക, ഞാൻ ഒരെണ്ണം തരാം. ഇതിന്റെ ഉത്തരം കിട്ടുന്നുണ്ടോ നിങ്ങൾ നോക്കണം. CH2 ഡബിൾ ബോണ്ട് CH2 ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൽഗീൻ. ഇതിനെ ഓസോണോളിസിന് വിധേയമാകുമ്പോൾ എന്ത് പ്രോഡക്റ്റ് കിട്ടും? ഒന്ന് ചെയ്ത് നോക്കിക്കും. രാഹുൽ, എന്താ രാഹുൽ സംശയം? രാഹുൽ മിലൻ എന്താ സംശയം? സാറേ, ഇപ്പൊ ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ മിക്സ്ചറായി പോകില്ലേ? എന്നെ ഡിസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുമോ? ഡിസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. ബോയിലിംഗ് പോയിന്റിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഡിസ്റ്റിൽ ചെയ്യാറ്. എന്താ രാഹുലെ? ഈ ഡബിൾ ബോണ്ടിലെ രണ്ട് കാർബണുകളില്ലേ, അതിലിപ്പോ പ്രൈമറി സെക്കൻഡറി
നോക്കി ചെയ്യാന്നല്ലേ ഉള്ളൂ പണി. ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ ആവാൻ പോണേ? എനിക്ക് മനസ്സിലായില്ല എന്താ ചോദിച്ചത്, ഒന്നുകൂടെ ചോദിച്ചേ. അല്ല, ഇപ്പൊ ഒരു CH3 CH ഡബിൾ ബോണ്ട് ആണല്ലോ ഒരു ബ്രാഞ്ച് എന്ന് പറയുമ്പോ. അതെ അതെ അപ്പൊ അത് അതെ. എന്തെങ്കിലും അവിടുത്തെ C എന്ന് പറയുമ്പോ പ്രൈമറി അല്ലേ, അപ്പൊ അത് ആൽഡിഹൈഡ് ആവുമെന്ന് വിചാരിച്ച തെറ്റാണോ? അല്ല, അങ്ങനെ എടുക്കാൻ കുഴപ്പമില്ല. ഞാനതൊരു എളുപ്പവഴി പറഞ്ഞേ ഉള്ളൂ. ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ആൽഡിഹൈഡും, ഹൈഡ്രജൻ ഇല്ലെങ്കിൽ കീറ്റോണും ആയിരിക്കുന്നത്. അങ്ങനെ ഓർത്ത് വയ്ക്കുകയല്ലേ കുറച്ചുകൂടെ എളുപ്പം. എനിക്ക് ചിലപ്പോ ഇതായിരിക്കും, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. രാഹുലിന് എന്താ എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ഓർത്ത് വെച്ചോ. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിയോ എല്ലാവർക്കും? ആദ്യം എന്ത് ചെയ്യണം? ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. അതായത് ഡബിൾ ബോണ്ട് അവിടെ ഇല്ല എന്ന് കരുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ 2 പാർട്ടും എടുത്ത് എഴുതിയിട്ട് 2 ഓക്സിജനെ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? എന്താ ശിവകാന്ത് കിട്ടിയത്? ശിവകാന്ത്, CH2 ഡബിൾ ബോണ്ടോ? ഈ CH2 ഡബിൾ ബോണ്ട് O എന്ന് പറയുന്ന ഒരു ആൽഡിഹൈഡ് ഉണ്ടോ? അങ്ങനെ ഒരു ആൽഡിഹൈഡ് ഉണ്ടോ? CH2 ഡബിൾ ബോണ്ട് O എന്ന് പറയുന്ന ഒരു ആൽഡിഹൈഡ് ഉണ്ടോന്ന്? അല്ലെങ്കിൽ അത് ആൽഡിഹൈഡ് ആണോ അതോ കീറ്റോൺ ആണോ? അത് ആദ്യം പറഞ്ഞ അത് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ? CH2 ഡബിൾ ബോണ്ട് O ആൽഡിഹൈഡ്. എങ്ങനെ ആൽഡിഹൈഡ് ആണെന്ന് മനസ്സിലായേ? എങ്ങനെ മനസ്സിലായേ? എഡ്വിൻ സാർ അവിടെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, അപ്പൊ ആൽഡഹൈഡ് അല്ലേ? ആൽഡിഹൈഡിൽ CHO എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, CHO. ഇതിപ്പോ CH2 ഡബിൾ ബോണ്ട് O എന്നല്ലേ? ഈ സാധനമാണ് അത് കേട്ടോ. ഇപ്പൊ ഇതൊരു ആൽഡിഹൈഡാന്ന് തോന്നണില്ലേ? HCHO. ഈ സാധനമാണ് CH2 ഡബിൾ ബോണ്ട് O എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയേക്കുന്നത്. അത് ഫോം ആൽഡിഹൈഡ് കേട്ടോ. ആദ്യത്തെ ആൽഡിഹൈഡ് ആണ് ഫോം ആൽഡിഹൈഡ്. സോ ഈ സാധനമാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയേക്കുന്നത്. അപ്പൊ 2 മോളിക്യൂൾ CH2O കിട്ടും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ CH2 എന്ന് എഴുതുക, ഇവിടെ CH2 എന്ന് എഴുതുക. അതായത് ഡബിൾ ബോണ്ട് ഇല്ലാന്ന് നോക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കൊടുക്കുക, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കൊടുക്കുക, ഒരു പ്ലസ് ഇടുക. സോ ഇതിന്റെ സ്ട്രക്ചർ ആണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. ഫോം ആൽഡിഹൈഡ്, ഇതും ഫോം ആൽഡിഹൈഡ്. അപ്പൊ 2 മോളിക്യൂൾ ഓഫ് ഫോം ആൽഡിഹൈഡ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓസോണോളിസിസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഓസോണോളിസിസ് എന്തിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ മെത്തേഡാണ്? ആൽഡിഹൈഡും കീറ്റോണും ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ് ഓസോണോളിസിസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത റിയാക്ഷനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് റിയാക്ഷൻ ഈസ് 7ാമത്തെ 7th റിയാക്ഷൻ ഈസ് ഇറ്റ് ഈസ് എറ്റാഡ് റിയാക്ഷൻ. എറ്റാഡ് റിയാക്ഷൻ. എറ്റാഡ് റിയാക്ഷൻ. എറ്റാഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൽക്കൈൽ ബെൻസീൻ. എന്താണ്? ആൽക്കൈൽ ബെൻസീനെ ബെൻസ് ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ്. ആൽക്കൈൽ ബെൻസീനെ ബെൻസ് ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എറ്റാഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൽക്കൈൽ ബെൻസീനെ ബെൻസ് ആൽഡിഹൈഡ്. എന്താ ഈ ആൽക്കൈൽ ബെൻസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് ആൽക്കൈൽ ബെൻസീൻ? നബീൽ, എന്താണ് ആൽക്കൈൽ ബെൻസീൻ എന്ന് പറഞ്ഞാൽ? ബെൻസീനിലേക്ക് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഞാൻ എഴുതുവാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തേക്കുന്നത് ഞാൻ പറയുന്നുള്ളൂ എന്തായാലും. അതിന്റെ എക്സാമ്പിൾ ആണ് ടൊലുവീൻ. സോ നമ്മൾ ടൊലുവീൻ എടുക്കുവാണ്. സോ ദിസ് ഈസ് ആൻ ആൽക്കൈൽ ബെൻസീൻ. കണ്ടോ, ബെൻസീൻ റിംഗ് ഉണ്ട്. ആ ബെൻസീൻ റിംഗിലേക്ക് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഏതാണ് ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ്? മീഥൈൽ. അപ്പൊ മീഥൈൽ ഗ്രൂപ്പ് വന്നേക്കുവാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഓക്സിഡൈസ് ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്യാൻ പോവാണ്? ഈ ടൊലുവീനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സാധാരണ ഓക്സിഡൈസിങ് ഏജന്റ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള പൊട്ടാഷ്യം പെർമാംഗനേറ്റോ അല്ലെങ്കിൽ നൈട്രിക് ആസിഡോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലത്തെ കുഴപ്പം, ഈ ടൊലുവീൻ എന്ന് പറയുന്ന സാധനം നേരിട്ട് ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് അത് എഴുതി വെക്കാം. എന്താണ്? വെൻ വി യൂസ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്, നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ
So when we use strong oxidizing agent, toluene, when we use strong oxidizing agent, toluene will get oxidized to benzoic acid. Toluene will get oxidized to benzoic acid. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു മൈൽഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഉപയോഗിക്കുന്നത്. ശക്തി കുറഞ്ഞ ഒരു ഓക്സിഡൈസിങ് ഏജന്റ്. ആ ഓക്സിഡൈസിങ് ഏജന്റിന്റെ പേരാണ് CrO2Cl2. ഇതാണ് CrO2Cl2 അഥവാ ക്രോമിൽ ക്ലോറൈഡ്. ക്രോമിൽ ക്ലോറൈഡ് ഇങ്ങനെയൊരു ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റിയാക്ഷൻ നടത്തുന്നത്. ക്രോമിൽ ക്ലോറൈഡ് CrO2Cl2. എന്തുകൊണ്ടാണ് ഈ ക്രോമിൽ ക്ലോറൈഡ് ഉപയോഗിക്കണമെന്ന് ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ പറഞ്ഞുതരാം. ആദ്യം ആ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് കാർബൺ ഡൈസൾഫൈഡ് എന്ന് പറയുന്ന ഒരു സോൾവെന്റിന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടത്തുന്നത്. അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഏത് CS2 കാർബൺ ഡൈസൾഫൈഡ് എന്ന് പറയുന്ന സോൾവെന്റിന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടത്തുന്നത്. അപ്പൊ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കണേ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ടൊലുവീൻ എടുക്കുക. ടൊലുവീൻ എടുത്തു, CH3. ഇതിന്റെ അകത്തേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യണം? CrO2Cl2 ഇങ്ങനെ ആഡ് ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൊലുവീനിലുള്ള 2 ഹൈഡ്രജനെ മാറ്റിയിട്ട് അപ്പൊ CH എന്നാവും. CH3 2 ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ CH എന്നാവും. അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഓക്കെ ഇങ്ങനെ എഴുതണ്ട, നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ. ഇങ്ങനെ CH, അതായത് ഇനിയിപ്പോ 2 വേക്കൻസി ഉണ്ടല്ലേ, 2 ഹൈഡ്രജൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വാലൻസി ഫ്രീ ആയി. അതിന്റെ അകത്തേക്ക് നമ്മളുടെ ഈ പുള്ളി വന്ന് കയറി പറ്റി പിടിച്ചിരിക്കും. ആരാണ്? ഈ CrO2Cl2 എന്ന് പറയുന്ന സാധനം. അപ്പൊ അത് എഴുതേണ്ടത് ഇങ്ങനെയാണ്, OCrO. അപ്പൊ ഇപ്പൊ CrO2 ആയി. CrO2ന് നമ്മൾ OCrO എന്ന് എഴുതി. പിന്നെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഹൈഡ്രജൻ, ആ ഹൈഡ്രജനെ നമ്മൾ ഇവിടെ എഴുതി, ഹൈഡ്രജൻ. പിന്നെ Cl2, അതായത് ഈ ഹൈഡ്രജനെ മാറ്റി ഇതിന്റെ ഉള്ളിലോട്ട് ഫിറ്റ് ചെയ്യും. അപ്പൊ OCrOHCl2. അതുപോലെ തന്നെ ഇവിടെ 2 മോളിക്യൂൾ, നിങ്ങളുടെ പുസ്തകത്തിൽ ഇത് ബാലൻസ്ഡ് ആയിട്ടല്ല തന്നിരിക്കുന്നത്, 2 മോളിക്യൂൾ ഉണ്ട് ഇവിടെ. 2 മോളിക്യൂൾ CrO2Cl2 ഉണ്ട്. അപ്പൊ താഴെയും ഇതുപോലെ തന്നെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും, CrOCrOHCl2. ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഇത് ഒരു ഇന്റർമീഡിയറ്റ് ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി ആൻ ഇന്റർമീഡിയറ്റ്. ഇതൊരു ഇന്റർമീഡിയറ്റ് ആണ്. ഈ ഇന്റർമീഡിയറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രോളൈസ് ചെയ്യണം. സോ ഈ ഇന്റർമീഡിയറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രോളൈസ് ചെയ്യാണ്. ഈ ഇന്റർമീഡിയറ്റിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വി വിൽ ഗെറ്റ് ബെൻസാൽഡിഹൈഡ്. ഹൈഡ്രോളൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് ബെൻസാൽഡിഹൈഡ്. അതിന്റെ മെക്കാനിസം നിങ്ങൾ പഠിക്കണ്ട, ഇത് ഡയറക്റ്റ് ഈ ഇന്റർമീഡിയറ്റ് ഹൈഡ്രോളൈസിന് വിധേയമാവുമ്പോൾ ബെൻസാൽഡിഹൈഡ് കിട്ടും. ബെൻസാൽഡിഹൈഡ്. ഇതിനെയാണ് നമ്മൾ എറ്റാഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എറ്റാഡ് റിയാക്ഷൻ. ഇനി നിങ്ങളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, അതായത് ഇവിടെ ഈ ക്രോമിൽ ക്ലോറൈഡ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ ക്രോമിൽ ക്ലോറൈഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇന്റർമീഡിയറ്റ്, ഈ ഇന്റർമീഡിയറ്റിനെ പിന്നീട് ഓക്സിഡൈസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു ഇന്റർമീഡിയറ്റ് ആണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. അത് കഴിഞ്ഞ് നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്ത് അതിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റാം. പക്ഷെ നേരെ മറിച്ച് നമ്മളൊരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന റിയാക്ഷനെ പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റില്ല. അത് ഓൾറെഡി ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറും. പക്ഷെ ക്രോമിൽ ക്ലോറൈഡ് ഉപയോഗിച്ചാലത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ക്രോമിൽ ക്ലോറൈഡ് ഈ ടൊളുവീനുമായിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. ആ ഇന്റർമീഡിയറ്റിന്റെ സ്ട്രക്ചർ ഒക്കെ ഞാൻ വരച്ചു തന്നേക്കണേ. ആ ഇന്റർമീഡിയറ്റ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവിടെ വെച്ച ആ റിയാക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് അവിടെ നിന്ന് പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് മാറ്റിയെടുക്കാം, ബെൻസാൽഡിഹൈഡ് ആക്കാം. അല്ലാണ്ട് അത് ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ഉപയോഗിക്കുന്നത്? ക്രോമിൽ ക്ലോറൈഡ് ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എറ്റാഡ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. എറ്റാഡ് റിയാക്ഷൻ. ഓക്കെ, സംശയമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെയാണെങ്കിൽ 8ാമത്തെ റിയാക്ഷനിലേക്ക് പോവാണ്. 8th one ആണ് സൈഡ് ചെയിൻ ക്ലോറിനേഷൻ. Side chain chlorination followed by hydrolysis.
ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. പുസ്തകത്തിലേക്ക് നിങ്ങളിപ്പോ തൽക്കാലം നോക്കണ്ട കേട്ടോ, പുസ്തകം അടച്ചു വെച്ചോളുക. ഇപ്പൊ തൽക്കാലം ഇതൊക്കെ എഴുതിയെടുക്കുക, അതിനുശേഷം ലാസ്റ്റ് ഞാൻ പുസ്തകത്തിൽ അടയാളപ്പെടുത്തി തരാം. അപ്പൊ കണ്ട് മനസ്സിലാക്കുക, കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ഈ സൈഡ് ചെയിൻ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്താണ് സൈഡ് ചെയിൻ ക്ലോറിനേഷൻ? എന്താ അഷ്ന ജോയി ഈ സൈഡ് ചെയിൻ ക്ലോറിനേഷൻ എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം? അറിയില്ല. ലാമിയ, എന്താണ് സൈഡ് ചെയിൻ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ? എന്തോ അറിയില്ല സാർ. അറിയില്ല. സ്വാലിഹയ്ക്ക് അറിയാമോ സൈഡ് ചെയിൻ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ആർക്കെങ്കിലും അറിയാമോ സൈഡ് ചെയിൻ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? അതായത് ഇപ്പൊ നമ്മളുടെ ആരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ടുള്ള ബെൻസീൻ എടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിപ്പോ ബെൻസീൻ എടുക്കുകയാണ്. ഈ ബെൻസീനിന്റെ മുകളിലോട്ട് വരുന്ന ഈ ചെയിൻ, ഈ CH3, ഈ ആൽക്കൈൽ ചെയിനെയാണ് നമ്മൾ സൈഡ് ചെയിൻ എന്ന് പറയുന്നത്. ബെൻസീൻ എന്ന് പറയുന്നതിലേക്ക് വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിനെ നമ്മൾ സൈഡ് ചെയിൻ എന്നാണ് വിളിക്കുന്നത്. ആ സൈഡ് ചെയിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ക്ലോറിനേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ സൈഡ് ചെയിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ക്ലോറിനേഷന് വിധേയമാക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന റിയേജന്റ് ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആരായിരിക്കും റിയേജന്റ്? ക്ലോറിൻ ആയിരിക്കും. പിന്നെ നമ്മൾ ലൈറ്റിന്റെ പ്രസൻസിൽ നമ്മൾ ക്ലോറിനേഷൻ നടത്തുന്നു. ഈ റിയാക്ഷൻ എവിടെയെങ്കിലും കണ്ടതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് HNu റിയാക്ഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഫാത്തിമ സജീബ്? കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയാന്ന് ചോദിക്കും കേട്ടോ. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അൽഹിത കണ്ടിട്ടുണ്ടോ? അൽഹിത? അൽഹിതയ്ക്ക് ഉത്തരം പറയാൻ പോലും കഴിയുന്നില്ല ആണോ? ബാസിമ കണ്ടിട്ടുണ്ടോ? ഫ്രീ റാഡിക്കൽ ഹാലോജനേഷൻ നമ്മൾ എവിടെയാ പഠിച്ചേക്കണത്? ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അല്ലല്ലോ, ഹാലോ ആൽക്കെയിൻസ്. അത് തന്നെ, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രീ റാഡിക്കൽ ഹാലോജനേഷൻ ആണ്. അപ്പൊ ബാസിമയ്ക്ക് ഓർമ്മയുണ്ടോ ഇവിടെ എന്ത് റിയാക്ഷനാണ് നടക്കാൻ പോണേന്ന്? എന്ത് റിയാക്ഷൻ നടത്തും? ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അവിടെ ആര് വന്നുകൊണ്ടിരിക്കും? ക്ലോറിൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതായത് ഈ ടൊളുവീനിലുള്ള ഈ സൈഡ് ചെയിനിലുള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അവിടെ ആര് വരും? നമ്മളുടെ ക്ലോറിൻ വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ആണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ ഈ റിയാക്ഷൻ നമ്മൾ ഒരിടത്ത് വെച്ച് കൺട്രോൾ ചെയ്യും. അത് CH, അതായത് ഇവിടുത്തെ 2 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ആര് വരുവാണ്? ഒരു ക്ലോറിൻ മോളിക്യൂൾ ആകുമ്പോൾ 2 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് 2 ക്ലോറിൻ മോളിക്യൂൾ വരും. സോ CH-Cl2. 2 ഹൈഡ്രജനെ മാറ്റുക, 2 ക്ലോറിനെ കുറക്കുക. ഇതിനെയാണ് നമ്മൾ, ഇത് ടൊളുവീൻ ആണ്. ദിസ് ഈസ് ടൊളുവീൻ ആൻഡ് ദിസ് ഈസ് ബെൻസാൽ ക്ലോറൈഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? വി ആർ ഹൈഡ്രോളൈസിങ്. നമ്മളിത് ഹൈഡ്രോളൈസ് ചെയ്യുന്നത് 373 കെൽവിനിലാണ്. 373 കെൽവിനിൽ ഹൈഡ്രോളൈസ് ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റിംഗ് ബെൻസാൽഡിഹൈഡ്. നിങ്ങൾക്ക് കിട്ടുന്നത് ബെൻസാൽഡിഹൈഡ് ആയിരിക്കും. ഈ റിയാക്ഷന്റെ ഒന്നും മെക്കാനിസം നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പ്രോഡക്റ്റ് പഠിച്ചാൽ മതി. ബെൻസാൽഡിഹൈഡ്. ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിയുമ്പോൾ ബെൻസാൽഡിഹൈഡ് കിട്ടും. എന്താ ക്ലോറിൻ കഴിഞ്ഞിട്ട് ആരോടെ അവിടെ എന്താ എഴുതിച്ചേക്കണേ? ക്ലോറിൻ HNu എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ പ്രസൻസിൽ HNu. സാറേ ഇതിപ്പോ 2 സ്റ്റെപ്പ് നടക്കുവോ ക്ലോറിനേഷൻ? 2 സ്റ്റെപ്പ് പ്രോസസ്. അത് നിങ്ങളുടെ പുസ്തകത്തിൽ ബാലൻസ്ഡ് അല്ല മിലനെ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ മെക്കാനിസം പഠിക്കാനില്ല. അതുകൊണ്ടാണ് അവർ ബാലൻസ് ആക്കി കൊടുക്കാത്തത്. ആക്ച്വലി 2 ക്ലോറിൻ മോളിക്യൂൾ ഉണ്ട് ഇവിടെ. 2Cl2 ആണ്. എന്നിട്ട് ഓരോ ഹൈഡ്രജനെ പുറത്തേക്ക് എടുക്കുമ്പോഴും അത് HCl ആയിട്ടാണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. അതൊരു 2-3 സ്റ്റെപ്പ് ഉള്ള പ്രോസസ്സാണ്. ആക്ച്വലി നിങ്ങൾക്ക് അത് പഠിക്കാനില്ല, അത്രയും പഠിക്കാനില്ല. 3-4 സ്റ്റെപ്പായിട്ട് റിയാക്ഷൻ നടക്കുന്നത്. അത് ഇത് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഇതാണ് സൈഡ് ചെയിൻ ക്ലോറിനേഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാം. സോ ദിസ് ഈസ് കോൾഡ് സൈഡ് ചെയിൻ ക്ലോറിനേഷൻ.
അടുത്തത് 8ാമത്തെ റിയാക്ഷൻ, 8th വൺ. എയ്ത്ത് വൺ ആണ് ഗാറ്റർമാൻ. 8th വൺ ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഗാറ്റർമാൻ-കോച്ച് റിയാക്ഷൻ. ഈ റിയാക്ഷൻ നിങ്ങൾ ഇതിന്റെ റിയേജന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലും എൻഡ് മെറ്റീരിയലും വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ റിയേജന്റ് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ടും കാണാണ്ട് പഠിച്ചിരിക്കണം. വളരെ നിർബന്ധമാണ്. എക്സാമിന് മാറി 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 ചോദിക്കാറുണ്ട്. അപ്പോ ഈ ഗാറ്റർമാൻ-കോച്ച് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബെൻസീനിനെ ഡയറക്റ്റ്, ബെൻസീനിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുകയാണ്. ടൊളുവിനൊന്നും വേണ്ട, ബെൻസീനെ ഡയറക്റ്റ് ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഗാറ്റർമാൻ-കോച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റിയേജന്റ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പ്രോഡക്റ്റ് എൻഡിങ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. ബെൻസീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് വൺ ബെൻസാൽഡിഹൈഡ്. ഇതിന്റെ റിയേജന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാർബൺ മോണോക്സൈഡ് HCl, പിന്നെ ഒരു ലൂയിസ് ആസിഡ് അൺഹൈഡ്രസ് AlCl3. ഇതാണ് ഇതിന്റെ റിയേജന്റ്, അൺഹൈഡ്രസ് AlCl3. ഈ റിയേജന്റ് പഠിച്ചു. അപ്പൊ ഈ റിയേജന്റ് ആണ് നിങ്ങൾക്ക് എക്സാമിന് തരുള്ളൂ. എന്നിട്ട് നിങ്ങളോട് പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിക്കും. ബെൻസീനെ ഡയറക്റ്റ് ആയിട്ട് ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയേജന്റ് ആണ് ഗാറ്റർമാൻ-കോച്ച് റിയാക്ഷൻ. കാർബൺ മോണോക്സൈഡ് HCl അൺഹൈഡ്രസ് AlCl3. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആൽഡിഹൈഡ്സിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്. സോ ദീസ് ആർ ദ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഓഫ് ആൽഡിഹൈഡ്സ്. ഓക്കെ, ഇനി നിങ്ങൾ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഓഫ് കീറ്റോൺസ് എന്ന ഹെഡിങ് കൊടുക്കുക. അതിന് കീറ്റോണിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതാണ് പറയാൻ പോകുന്നത്. പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഓഫ് കീറ്റോൺ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പുസ്തകത്തിൽ അടയാളപ്പെടുത്താം കേട്ടോ. പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഓഫ് കീറ്റോൺസ്. Preparation of ketones. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ മെത്തേഡാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഇത് നമ്മൾ ആദ്യം മുതലേ പഠിക്കുന്ന റിയാക്ഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റിന്റെ റിയാക്ഷൻസ് നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ആ റിയാക്ഷൻ പറയാൻ. നിങ്ങളുടെ പുസ്തകത്തിൽ 3ാമതാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ഈ റിയാക്ഷൻ ആദ്യം പറയുവാണ്, കാരണം നമ്മളിത് പലതവണ പഠിച്ച റിയാക്ഷനാണ്. നിങ്ങൾ ഒരു ബെൻസീനിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ് ബെൻസീനിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? അതിനെയാണ് നമ്മൾ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറയാമോ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷന്റെ റിയേജന്റ് ആരാണെന്ന്? ഹു ഈസ് ദ റിയേജന്റ്? വിച്ച് ഈസ് ദ റിയേജന്റ് ഓഫ് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ? ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയേജന്റ് ആരാണെന്ന് ഓർമ്മയുണ്ടോ സബീലെ? ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷന്റെ റിയേജന്റ് അൺഹൈഡ്രസ് AlCl3. അത് ലൂയിസ് ആസിഡ്. അത് ഒരു സപ്പോർട്ടിംഗ് റിയേജന്റ് ആണ്. അൺഹൈഡ്രസ് AlCl3 ലൂയിസ് ആസിഡ് ആണ്. പ്രധാനപ്പെട്ട റിയേജന്റ് ആരാണ്? FeCl3 അല്ല, അതും ലൂയിസ് ആസിഡിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കണമെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഒറിജിനൽ ഇലക്ട്രോഫൈൽ ആരാണ്? ഹു ഈസ് ദ ഇലക്ട്രോഫൈൽ? അസൈൽ ഗ്രൂപ്പ് അല്ലേ? ആസിഡ് ക്ലോറൈഡ് ആണ് ഇവിടുത്തെ റിയേജന്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ബെൻസീൻ ആണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂന്റ് ആരാണ്? ബെൻസീൻ. ആ ബെൻസീനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആസിഡ് ക്ലോറൈഡ് ആണ് ആഡ് ചെയ്യുന്നത്. ആസിഡ് ക്ലോറൈഡിന്റെ ഫോർമുല നമുക്കറിയാലോ. ഇപ്പോൾ RCOCl ആസിഡ് ക്ലോറൈഡ് ആഡ് ചെയ്യണം. സോ ദിസ് ഈസ് അസൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡ്, എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അസൈൽ ക്ലോറൈഡ്. ഇത് നടക്കുന്നത് എന്തിന്റെ പ്രസൻസിലാണ്? അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്, ഒരു ലൂയിസ് ആസിഡ് ആയിട്ടുള്ള അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് നോക്കാം. ഈ ബെൻസീനിൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ. ബെൻസീനിൽ എല്ലായിടത്തും ഹൈഡ്രജൻ ഉണ്ടല്ലോ. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഈ ഹൈഡ്രജൻ ഒന്നും നിങ്ങൾ വരച്ചു വെക്കണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചേക്കുന്നതാണ്. നിങ്ങൾ ഇപ്പൊ തൽക്കാലം വരയ്ക്കണമെന്നില്ല. ഈ ഹൈഡ്രജനും
ഈ ക്ലോറിനും ഞാൻ പറഞ്ഞല്ലോ ഹൈഡ്രജനും ക്ലോറിനും ഭയങ്കര കൂട്ടുകാരാണ്. അവർ കണ്ടു കഴിഞ്ഞാൽ ഒരുമിച്ച് ഇറങ്ങിപ്പോകും. അപ്പൊ ഹൈഡ്രജനും ക്ലോറിനും കൂടെ കൂടി എന്താണ് ഒരു HCl ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പുറത്തോട്ട് പോകും. അപ്പൊ പിന്നെ ബാക്കിയുള്ള ഈ COR എന്ന് പറയുന്ന ഗ്രൂപ്പ് കയറി എവിടെ ഇരിക്കും? നമ്മുടെ ബെൻസീനിലേക്ക് കയറിയിരിക്കും. ആ ഹൈഡ്രജൻ പോയടത്തേക്ക് നമ്മളുടെ ആര് വരും? COR. ഈ ബാക്കിയുള്ള COR ഗ്രൂപ്പ് കയറിയിരിക്കും. COR. ഇത് ഒരു കീറ്റോൺ ആണ്. സോ ദിസ് ഈസ് എ കീറ്റോൺ. അപ്പൊ ബെൻസീനിൽ നിന്ന് നമ്മൾ കീറ്റോണിനെ പ്രിപ്പയർ ചെയ്യണം. ഇതിനെയാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയേജന്റ് ഏതാണെന്ന് വെച്ചാൽ ഇത് പറയും. ഏതാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയേജന്റ്? ഫിദ ഫാത്തിമ, വാട്ട് ഈസ് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയേജന്റ്? ഫിദ. ഓഡിയോ ശരിയല്ല. അലൻ. ഫ്രീഡൽ ക്രാഫ്റ്റ് റിയേജന്റ് ഏതാണ് അലൻ? ആസിഡ് ക്ലോറൈഡ്. ആസിഡ് ക്ലോറൈഡ് ആൻഡ് ലൂയിസ് ആസിഡ് കേട്ടോ. ആസിഡ് ക്ലോറൈഡും ലൂയിസ് ആസിഡ്. ലൂയിസ് ആസിഡ് ഏതാണ്? അൺഹൈഡ്രസ് AlCl3. അതാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. ഇതാണ് ഒന്നാമത്തെ റിയാക്ഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. അടുത്ത രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡാണ് സെക്കൻഡ് വൺ. രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡാണ് ഫ്രം നൈട്രൈൽസ്. നൈട്രൈലിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഫ്രം നൈട്രൈൽ. ഒരു നൈട്രൈൽ നമ്മൾ എടുക്കുക. നൈട്രൈൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പുസ്തകത്തിൽ കൊടുത്തേക്കുന്ന നൈട്രൈൽ തന്നെ എടുത്തേക്കാം. CH3 CH2. നൈട്രൈൽ ഗ്രൂപ്പ് ഏതാണ്? വിച്ച് ഈസ് ദ നൈട്രൈൽ ഗ്രൂപ്പ്? ഏതാ ഹനീനെ നൈട്രൈൽ ഗ്രൂപ്പ്? CN ഉള്ളതല്ലേ? CN അല്ലെ? സൈനൈഡ് ഗ്രൂപ്പ് ആണ്. സൈനൈഡ് ഗ്രൂപ്പ് എങ്ങനെ എഴുതുന്നത്? C∼N ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ ഇതാണ് നൈട്രൈൽ. ഈ നൈട്രൈലിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഒരു സാധനത്തിനെ ആഡ് ചെയ്യാൻ പോവാണ്. ആ സാധനത്തിന്റെ പേരാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പുസ്തകം ആരും തുറക്കണ്ട കേട്ടോ. കുറെ പേര് പുസ്തകം തുറന്ന് വെച്ചിട്ടുണ്ടോ? പുസ്തകം അടച്ചു വെക്കുക കേട്ടോ. ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞ് ആരാ പറയുന്നത്? ഹലീമ പറയൂ. വാട്ട് ഈസ് ഗ്രിഗ്നാർഡ് റിയേജന്റ്? RMGX. RMGX അല്ലെങ്കിൽ ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്. എല്ലാവരും ഒരു തവണ മനസ്സിൽ പറഞ്ഞു നോക്കൂ. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രിഗ്നാർഡ് റിയേജന്റ്. RMGX. അത് സൈഡിലായിട്ട് ഞാൻ എഴുതാം. RMGX. ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഞാൻ ഈ RMGX ഒന്നോടെ ഇവിടെ സൈഡിൽ എഴുതാം. നിങ്ങൾ നോക്കുക RMGX. ഈ RMGXന്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ചാർജ്? ഒരാൾക്ക് നെഗറ്റീവ് ചാർജ്, ഒരാൾക്ക് പോസിറ്റീവ് ചാർജ്. ആർക്കാന്ന് പറയാമോ? ഈ RMGXൽ ആർക്കാണ് നെഗറ്റീവ് ചാർജ്, ആർക്കാണ് പോസിറ്റീവ് ചാർജ് എന്ന് പറയാമോ? ആൻഡ്രിയ, ഞാൻ ചോദിക്കണവരുടെ ചാർജ് പറഞ്ഞാൽ മതി. ഇവിടെ ആറിന്റെ ചാർജ് എന്താണ്? R. അപ്പൊ MGയുടെ ചാർജ് എന്താണ്? MG ഈസ് എ മെറ്റൽ. മെറ്റലിന് ഒരിക്കലും നെഗറ്റീവ് ചാർജ് കിട്ടില്ല. മെറ്റൽസ് ആർ ഓൾവേസ് ഇലക്ട്രോ പോസിറ്റീവ്. സോ മഗ്നീഷ്യത്തിന്റെ ചാർജ് പോസിറ്റീവും. അപ്പൊ ആറിന്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ്. അപ്പൊ നിങ്ങൾ അത് പഠിച്ചു വെച്ചോളണം കേട്ടോ. ഈ ആറിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ നെഗറ്റീവും മഗ്നീഷ്യത്തിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പോസിറ്റീവും ആണ്. ഓക്കെ, ഇത് പഠിച്ചു വെച്ചോളാം. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ് ഞാൻ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആയിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തേക്കുന്ന ഗ്രിഗ്നാർഡ് റിയേജന്റ് തന്നെ എഴുതി. ആറിന് പകരം അവർ ബെൻസൈൽ C6H5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആറിന് പകരം. സോ C6H5 Mg, എക്സിന് പകരം Br, MgBr. C6H5 MgBr. അപ്പൊ ഇതിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറയാമോ? എങ്ങനെ ഈ നൈട്രൈലിലേക്ക് ആഡ് ചെയ്യും? അതായത് നിങ്ങൾ നോക്കുക, ഇവിടെ ആറിന് പകരം നമ്മൾ എഴുതിയിരിക്കുന്നതാണ് C6H5. അതായത് C6H5ന്റെ ചാർജ് അപ്പൊ നെഗറ്റീവ് ആയിരിക്കും. കാരണം ആറിന്റെ ചാർജ് നെഗറ്റീവ് ആണല്ലോ. അപ്പൊ C6H5ന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. മഗ്നീഷ്യത്തിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. അതായത് ഈ ഫുൾ ഗ്രൂപ്പിന്റെ MgBrന്റെ ചാർജ് ആണ് ഈ മഗ്നീഷ്യം. ഈ ചാർജാണ് പോസിറ്റീവ് ചാർജുള്ള ഗ്രൂപ്പ്. ഇനി നൈട്രൈലിലും നമുക്കൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എഴുതാം ഇതുപോലെ. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയാമോ? നൈട്രൈലിന്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ എഴുതും പറയാമോ? ജോസഫ്.
എങ്ങനെയാണ് നൈട്രൈലിന്റെ ചാർജ്, ആർക്ക് പോസിറ്റീവ് ആർക്ക് നെഗറ്റീവ്? CS3 CS2 പോസിറ്റീവ് അല്ല നെഗറ്റീവ്. നമ്മുടെ സോഴ്സ് നോക്കിക്കോളൂ, കുറച്ച് ബുദ്ധി ഉപയോഗിക്കൂ. ഇവിടെ കുറെ പേരുണ്ട്. CH3 ഉണ്ട്, CH2 ഉണ്ട്, C ഉണ്ട്, N ഉണ്ട്. എന്തിനാ പോസിറ്റീവ്? എന്തിനു പോസിറ്റീവ് ആണോ? അറിയില്ല. നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെ അല്ലേ, അടിച്ചു. അമല, സി വരെ നെഗറ്റീവും ബാക്കി പോസിറ്റീവാണ്. സിക്ക് നെഗറ്റീവും ബാക്കി പോസിറ്റീവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, കാർബണിനാണോ നൈട്രജൻ ആണോ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ? അറിയാവോ? കാർബണിനാണോ നൈട്രജൻ ആണോ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ? ജനറൽ എന്താ പറഞ്ഞ, ഒരു കെമിസ്ട്രി പഠിക്കുന്ന ആൾക്ക് ജനറലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ എലമെന്റ് ആരാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ, ഇതൊക്കെ ലോവർ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും +1 +2 പഠിപ്പിക്കേണ്ട ആവശ്യകതയേ ഇല്ല. നിങ്ങൾ ലോവർ ക്ലാസ്സിൽ നിന്നേ പഠിച്ചു വരേണ്ടതാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ എലമെന്റുകൾ, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ എലമെന്റുകൾ. ആർക്കാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ വൈശാഖെ, കാർബൺ ഓർ നൈട്രജൻ? നൈട്രജൻ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. നൈട്രജൻ ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ. അപ്പൊ അതിന്റെ അർത്ഥം നൈട്രജൻ ആയിരിക്കും നെഗറ്റീവ് ചാർജ്, കാർബണിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ഈ C6H5 അപ്പൊ എങ്ങോട്ടേക്കേ പോകുള്ളൂ? ഈ പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണിലേക്കും ഈ പ്ലസ് ചാർജ് ഉള്ള MgBr നമ്മളുടെ ഈ നൈട്രജനിലേക്കും വരും. ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ എങ്ങനെയാ റിയാക്ഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോ ആരോ മാർക്ക് ഇവിടെ ഇടുവാണ് കേട്ടോ, നിങ്ങൾ നേരെ തന്നെ എഴുതിക്കോളാം, എനിക്ക് ബോർഡിൽ സ്ഥലമില്ലാത്ത കാരണമാണ്. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? CH3 CH2 ഈ കാർബണിലേക്ക് ആരാ വന്നേക്കുന്നത്? കാർബണിലേക്ക് C6H5 വന്നിട്ടുണ്ട്. അപ്പൊ C6H5 ഇപ്പൊ രണ്ടിടത്തേക്ക് ഓരോരുത്തർ വന്നില്ലേ? ഇത് ഇങ്ങോട്ടേക്ക് ഒരാൾ വന്നു, ഇങ്ങോട്ടേക്ക് ഒരാൾ വന്നു. അതായത് അപ്പൊ ട്രിപ്പിൾ ബോണ്ട് എന്ന് പിന്നെ ഇടാൻ പറ്റുമോ? പറ്റില്ല. പകരം എന്ത് എഴുതണം? ഡബിൾ ബോണ്ട്. ബ്രേക്ക് ചെയ്ത് ഡബിൾ ബോണ്ട്. അപ്പൊ ഡബിൾ ബോണ്ട്. പിന്നെ ഇവിടെ ഒരു N ഉണ്ട്. ആ Nലേക്ക് ആര് വരും? നമ്മുടെ MgBr വരും. NMgBr. ഇങ്ങനെ വന്നു. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇന്റർമീഡിയറ്റ്. സോ ഇങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് കിട്ടും. മനസ്സിലായോ എല്ലാവർക്കും? ഈ ഇന്റർമീഡിയറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഹൈഡ്രോളൈസിങ്. ഇതൊന്നും എഴുതി വെച്ചേക്കരുത് കേട്ടോ, ഇത് എഴുതണ്ട. ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്യണം. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ NMgBr എന്ന് പറയുന്ന സാധനത്തിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്യാം. അത് പഠിച്ചു വെക്കുക കേട്ടോ. CH3 CH2 CO C6H5 ഹൈഡ്രോളൈസ് ചെയ്യാം. ഓക്സിജൻ ആഡ് ചെയ്യാം കേട്ടോ. ഇതെങ്ങനെ നമുക്ക് കീറ്റോണിനെ പ്രിപ്പയർ ചെയ്യാം? സോ ദിസ് ഈസ് എ കീറ്റോൺ. ഇതാണ് ഗിഗ്നാർഡ് റിയേജന്റ് വഴി നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. സോറി, കീറ്റോൺ. കീറ്റോണിന് നമ്മൾ ഗിഗ്നാർഡ് റിയേജന്റ് നൈട്രൈലും റിയാക്ട് ചെയ്തിട്ട് കീറ്റോൺ ലഭിക്കുന്നു. ഇതാണ് സെക്കൻഡ് റിയാക്ഷൻ. അതിന്റെ ബൈ പ്രോഡക്റ്റ് ഞാൻ എഴുതാത്തത് അത് ഇച്ചിരി അതിന്റെ ശരിക്കും ആദ്യം NH2 MgBr എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. പിന്നെ അതിന്റെ ടോട്ടോമറൈസേഷൻ നടന്ന അമോണിയ എലിമിനേറ്റ് ചെയ്ത് പോകും. അങ്ങനെ കുറെ റിയാക്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ ആ NMgBr എന്ന് പറഞ്ഞ സാധനത്തിന്റെ അവിടെ ഓക്സിജൻ വരുന്ന മാത്രം അത് കാണാൻ പഠിച്ചാൽ മതി. ഓക്സിജൻ ആവും. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ അത് ഓക്സിജൻ ആയി മാറിക്കോളും എന്ന് പഠിക്കുക. സോ ദിസ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺ ഫ്രം നൈട്രൈൽ. നൈട്രൈലിൽ നിന്ന് ഇങ്ങനെയാണ് കീറ്റോണിനെ പ്രിപ്പയർ ചെയ്യുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ആ റിയേജന്റ് വന്നതിലോ അങ്ങനെ എന്തെങ്കിലും സംശയം? അങ്ങനെയാണെങ്കിൽ ഒരു മെത്തേഡും കൂടെ ഉണ്ട് കീറ്റോണിനെ പ്രിപ്പയർ ചെയ്യാനുള്ള. ലാസ്റ്റ് മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡാണ്. തേർഡ് മെത്തേഡ്, ഫ്രം അസൈൽ ക്ലോറൈഡ്. അസൈൽ ക്ലോറൈഡിൽ നിന്നുള്ള മെത്തേഡാണ്. ഫ്രം അസൈൽ ക്ലോറൈഡ്. അസൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം RCOCl. ഇതാണ് അസൈൽ ക്ലോറൈഡ്. അപ്പൊ ഇത് ഞാൻ 2 മോളിക്യൂൾ എടുക്കുകയാണ്. സോ 2 മോളിക്യൂൾ അസൈൽ ക്ലോറൈഡ് എടുക്കുകയാണ്. ഇതിന്റെ അകത്തേക്ക് ഞാൻ വേറൊരു റിയേജന്റ് ആഡ് ചെയ്യുകയാണ്. ആ റിയേജന്റ് ആണ്
ഡൈ ആൽക്കൈൽ കാഡ്മിയം R2CD. ഡൈ ആൽക്കൈൽ കാഡ്മിയം എന്ന് പറഞ്ഞൊരു റിയേജന്റ് ആഡ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പൊ ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ സാധനത്തിനെ ഒന്നോടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്തെടുക്കുകയാണ്. RCOCl അല്ലെ, ഇതല്ലേ നമ്മുടെ സാധനം. അത് രണ്ടുപേരില്ലേ, അപ്പൊ രണ്ടുപേരെ ഞാൻ രണ്ടായിട്ട് തന്നെ എഴുതുവാണ്. RCOCl രണ്ടുപേര്. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ആഡ് ചെയ്തത് ആരാണ്? കാഡ്മിയത്തിലേക്ക് 2 R ഗ്രൂപ്പ്. ഇതാണ് R2CD എന്ന് പറയുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ കാഡ്മിയവും ഈ 2 ക്ലോറിനും കൂടെ റിയാക്ട് ചെയ്തിട്ട് CdCl2 എന്ന് പറയുന്ന ഒരു സാധനം പുറത്തേക്ക് പോകും. CdCl2 പുറത്തേക്ക് പോകും. ബാക്കി ഈ 2 വാലൻസി ഫ്രീ ആയല്ലോ അന്നേരം. ഈ ക്ലോറിന് ഇവിടുന്ന് പോയപ്പോ ഈ വാലൻസി ഫ്രീ ആയി, ഈ ക്ലോറിന് ഇവിടുന്ന് പോയപ്പോ ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്. ആ 2 വേക്കൻസിയിലേക്കും ഈ R ഗ്രൂപ്പ് വന്നങ്ങ് കയറിയിരിക്കും. അപ്പൊ നമുക്ക് RCO ആര് വന്നു? ഇവിടെ ആര് വന്നു? R വന്നു. ഇവിടെയും RCO വന്നു. അപ്പൊ 2 പേരുണ്ട്. സോ 2 RCO R. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 R തിരിച്ചറിയാൻ വേണ്ടി വേണമെങ്കിൽ ഇവിടെ ഒരു R' ഇടാം. ഇവിടെ ഒരു R' ഇട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും R' വരും. സോ ഇങ്ങനെ നമുക്ക് കീറ്റോണിനെ പ്രിപ്പയർ ചെയ്യാം. സോ അസൈൽ ക്ലോറൈഡിൽ നിന്ന് കീറ്റോണിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണിത്. ദിസ് ഈസ് അസൈൽ ക്ലോറൈഡ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഡൈ ആൽക്കൈൽ കാഡ്മിയം, അതിന്റെ പേര് വേണമെങ്കിൽ എഴുതി വെച്ചോ, ഡൈ ആൽക്കൈൽ കാഡ്മിയം. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ്. എന്തെങ്കിലും സംശയമുണ്ടോ? എനി ഡൗട്ട്? ഇല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും പുസ്തകം എടുത്തോളൂ. നമുക്ക് ഇത്രയും പറഞ്ഞത് നമുക്ക് പുസ്തകത്തിലേക്ക് അടയാളപ്പെടുത്തിയേക്കാം. എല്ലാവരും ചാപ്റ്റർ 12 ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ഭാഗം. ഞാൻ പറയുന്നത് മാത്രം അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. വായിക്കണം, ഞാൻ ജസ്റ്റ് മൊത്തം ഒന്ന് വായിപ്പിക്കും. പക്ഷെ പറയുന്നത് മാത്രം അടയാളപ്പെടുത്തി അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ആർക്കാ നല്ല ഒച്ചയുള്ളത്? ഒരാൾ വായിക്കണമല്ലോ. ആരാ വായിക്കുന്നേ? ഹനീനല്ലേ വായിക്കാറ്? നമ്മളുടെ ഹനീൻ വായിച്ചോളൂ. In the previous unit, you have studied organic compounds with functional groups containing carbon, oxygen, single bond. In this unit, we will study about the organic compounds containing carbon, oxygen, double bond called carbonyl group. Underline organic compounds containing carbon, oxygen, double bond called carbonyl group. Carbon, oxygen, double bond ഉള്ളതിനെയാണ് carbonyl group എന്ന് വിളിക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്യാം. ഓക്കേ, ബാക്കി വായിച്ചോളൂ. Which is one of the most important functional groups in organic chemistry. In aldehydes, the carbonyl group is bonded to a carbon and hydrogen, while in ketones, it is bonded to 2 carbon atoms. The carbonyl compounds in which the carbon of carbonyl group is bonded to carbon or hydrogen and oxygen of hydroxyl moiety are known as carboxylic acids. While in compounds where the carbon is attached to carbon or hydrogen and nitrogen of NH2 moiety or to halogens are called amides and acyl halides respectively. Esters and anhydrides are derivatives of carboxylic acids. Esters and anhydrides are derivatives of carboxylic acid. Carboxylic acid രണ്ട് ഡെറിവേറ്റീവിന്റെ പേരാണ് എസ്റ്ററും അൺഹൈഡ്രൈഡും. പിന്നെ ബാക്കി ആ ചാപ്റ്ററിൽ ബാക്കി ആ പാരഗ്രാഫിൽ പറഞ്ഞേക്കണതൊക്കെ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ സ്ട്രക്ചറുകൾ താഴെ കൊടുത്തേക്കണുണ്ടോ? ആക്ച്വലി ആ സ്ട്രക്ചർ ആണ് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കേണ്ടത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ശരിക്കും ആ പാരഗ്രാഫിൽ കൊടുത്തേക്കുന്നത്. വേണമെങ്കിൽ പഠിച്ചോളുക, നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഒരു അമൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ എന്താണ്, ഒരു അസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ എന്താണ്, എസ്റ്റർ എന്ന് പറഞ്ഞ സ്ട്രക്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ പഠിച്ചാലും മതി. ഓക്കെ, ബാക്കി വായിച്ചോളൂ. The general formulas of these classes of compounds are given below.
Aldehydes, ketones, and carboxylic acids are widespread in plants and animal kingdom. They play an important role in biochemical processes of life. They add fragrance and flavor to nature. For example, vanillin from vanilla beans, salicylaldehyde from meadowsweet, and cinnamaldehyde from cinnamon have very pleasant fragrances. They are വേണമെങ്കിൽ പഠിച്ചാൽ മതി. അതായത് ഫ്രാഗ്രൻസ് കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ ആൽഡിഹൈഡ് കീറ്റോൺ ഒക്കെ സാധാരണ വസ്തുക്കൾക്ക് ഫ്രാഗ്രൻസ് കൊടുക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ. They are used in many food products and pharmaceuticals to add flavors. Some of these families are manufactured for use of solvents, that is acetone, and for preparing materials like adhesives, paints, resins, perfumes, plastics, fabrics, etc. അതിന്റെ യൂസ് ആൽഡിഹൈഡും കീറ്റോണും ഒക്കെ എന്തിനു വേണ്ടിയാണ്? പെയിന്റ് ഉണ്ടാക്കാനും റെസിനും പെർഫ്യൂം ഒക്കെ. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കണ്ട. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് കാർബോണിൽ ഗ്രൂപ്പ് എന്താണെന്ന് പഠിക്കുക, കാർബോണിൽ ഫാമിലിയിൽ വരുന്ന എല്ലാവരുടെയും സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് പഠിക്കുക. ഓക്കെ. ഈ നോമൻക്ലേച്ചർ നമ്മൾ വിട്ടേക്കാണ്. നോമൻക്ലേച്ചർ സാധാരണ നമ്മളെല്ലാം ഒരുമിച്ചാണ് പറയാറ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇനി ഹനീൻ വായിക്കേണ്ടത് 12.1.2 സ്ട്രക്ചർ ഓഫ് ദ കാർബോണിൽ ഗ്രൂപ്പ്. സെന്റൻസ് വായിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക കേട്ടോ. എന്തൊക്കെയാണ് അതൊക്കെ വന്നിട്ടുണ്ടോ, ആ പോയിന്റ്സ് ഒക്കെ വന്നിട്ടില്ലേ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ. Structure of the carbonyl group. The carbonyl carbon atom is sp2 hybridized and forms 3 sigma bonds. The fourth valence electron of carbon remains in its p orbitals and forms a pi bond with oxygen by overlap with p orbital of an oxygen. In addition, the oxygen atom also have 2 non-bonding electron pairs. Thus, the carbonyl carbon and the 3 atoms attached to it lie in the same plane, and the pi electron cloud is above and below this plane. The bond angles are approximately 120 degrees as expected of a triangular coplanar structure. അത് ആ പാരഗ്രാഫ് മൊത്തം പഠിക്കണം, ഒരു പോയിന്റ് പോലും വിടാനില്ല, ഫുൾ പഠിക്കണം. ആ സ്ട്രക്ചർ താഴെ വരച്ചേക്കണേല് ആദ്യത്തെ സ്ട്രക്ചർ പഠിച്ചാൽ മതി. ഏറ്റവും ആദ്യം വരച്ചേക്കണ സ്ട്രക്ചർ കണ്ടോ, അത് പഠിച്ചാൽ മതി. The carbon-oxygen double bond is polarized due to higher electronegativity of oxygen relative to carbon. Hence, the carbonyl carbon is an electrophile, that is Lewis acid, and carbonyl oxygen a nucleophilic, that is Lewis base centered. അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ, അതെല്ലാം അണ്ടർലൈൻ ചെയ്തോളാം. കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഫിലിക് ആണ്, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് ആണ്. കാരണം കാർബണിന്റെ ചാർജ് പ്ലസും ഓക്സിജന്റെ ചാർജ് നെഗറ്റീവും ആണ്. കാരണം ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് കൂടുതൽ. ഓക്കെ, ബാക്കി. Carbonyl compounds have substantial dipole moments and are polar than ethers. Of course, അതിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കുമല്ലോ. കാരണം എന്താ, ഡൈപോൾ ആണല്ലോ ആ സാധനം അല്ലെ. കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഡൈപോൾ ആണ്. 2 പോളുണ്ട്, പോസിറ്റീവ് പോള് കാർബണിലും ഓക്സിജനിൽ നെഗറ്റീവ് പോളും ഉണ്ട്. അപ്പൊ അതൊരു ഡൈപോളാണ്. അതുകൊണ്ട് തന്നെ ഡൈപോൾ മൊമെന്റും ഉണ്ടാവും. ആ ഡൈപോൾ മൊമെന്റ് ഈഥറിനേക്കാളും കൂടുതലാണ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഈഥറിനേക്കാളും കൂടിയ ഡൈപോൾ മൊമെന്റ് ആണ് ആർക്കുള്ളത്? കാർബണൈൽ, നമ്മുടെ കാർബോക്സിലിക് ആസിഡിനുള്ളത്. The high polarity of the carbonyl acid അല്ലാട്ടോ, കാർബണൈൽ ഗ്രൂപ്പിനുള്ളത്. The high polarity of the carbonyl group is explained on the basis of the resonance involving a neutral A and a dipolar B structures as shown. അതിന്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ആണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. കാർബണിന് പോസിറ്റീവ് ചാർജും ഓക്സിജന് നെഗറ്റീവ് ചാർജും ആണ്. കാരണം എന്താണ്, ഓക്സിജൻ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ആ ബി എന്ന് കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡൈപോളാർ സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡൈപോളാർ സ്ട്രക്ചർ എന്ന് വിളിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് അഫ്ര അതിനെ ഡൈപോളാർ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്? ആ ബി എന്ന് പറയുന്ന സ്ട്രക്ചറിനെ എന്തുകൊണ്ടാണ് ഡൈപോളാർ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്? ഡൈപോളാർ അഫ്ര, 2 പോൾസ് ഉള്ളതുകൊണ്ട്, അതായത് ഒരു പോസിറ്റീവ് പോളും ഒരു നെഗറ്റീവ് പോളും ഉള്ളതുകൊണ്ട്. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ വായിച്ചോളൂ ഹനീൻ. എന്താ വായിച്ച് ഇടപാട് തീർന്നോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കുഴപ്പമില്ല, വായിച്ചോളൂ. Preparation of aldehydes and ketones. Some important methods for the preparation of aldehydes and ketones are as follows. First one, by oxidation of alcohols. അതൊക്കെ അവർ ചുമ്മാ പറഞ്ഞിട്ടേ ഉള്ളൂ. അതൊക്കെ നിങ്ങളോട് നോക്കി പഠിച്ചോളാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്.
PCC-യുടെ ഒക്കെ ഉപയോഗമൊന്നും ഇവർ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. അത് എഴുതിയെടുത്തിട്ട് അങ്ങനെ തന്നെ പഠിക്കണം. ഇവർ ഈ പറഞ്ഞേക്കുന്നത് യൂണിറ്റ് 11 നോക്കി പഠിച്ചോ 12 നോക്കി പഠിച്ചോ എന്നൊക്കെ പറഞ്ഞേക്കാണ്. അങ്ങനെയൊന്നും നോക്കി പഠിക്കലും നടക്കില്ല. അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞത് അങ്ങനെ തന്നെ കാണാണ്ട് പഠിക്കുക. മറ്റേ പിരിഡിനിയം ക്രോമിൽ ക്ലോറൈഡ് ഉപയോഗിക്കുന്നതും എല്ലാ ഡീറ്റെയിൽസും ഓസോണോളിസിസും ഒന്നും ഇവർ പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾ പഠിക്കണം. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ വായിച്ചോ. Aldehydes and ketones are generally prepared by oxidation of primary and secondary alcohols respectively. Second one, by dehydrogenation of alcohols. This method is suitable for volatile alcohols and is of industrial application. In this method, alcohol vapors are passed over heavy metal catalysts like Ag or Cu. ഹെവി മെറ്റൽ എന്ന് പറയുമ്പോൾ കോപ്പർ ഉപയോഗിക്കാം, സിൽവർ ഉപയോഗിക്കാം, പിന്നെ അത് കൂടാണ്ട് വേണമെങ്കിൽ ഗോൾഡ് ഉപയോഗിക്കാം കേട്ടോ. ഗോൾഡ് ഉപയോഗിച്ചാലും നടക്കും. ഗോൾഡ്, സിൽവർ, കോപ്പർ ഈ 3 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ. Primary and secondary alcohols gives aldehydes and ketones respectively. Third one, from hydrocarbons. First one, by ozonolysis of alkenes. As we know, ഹൈഡ്രോകാർബൺ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ആൽക്കീൻ അല്ലെങ്കിൽ ആൽക്കൈൻ. ആൽക്കൈനി എന്നുള്ള പ്രിപ്പറേഷൻ ഇല്ല, ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ. അപ്പൊ ആൽക്കീനി എന്ന് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ഓസോണോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചോളൂ. As we know, ozonolysis of alkenes followed by reaction with zinc dust and water gives aldehydes, ketones, or a mixture of both depending on the substitution pattern of the alkene. ഒന്നെങ്കിൽ ആൽഡിഹൈഡ് കിട്ടാം, അല്ലെങ്കിൽ കീറ്റോൺ കിട്ടാം, അല്ലെങ്കിൽ അതിന്റെ ഒരു മിക്സ്ചർ കിട്ടാം. അത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ എക്സാമ്പിൾ അടക്കം ഞാൻ ബോർഡിൽ എഴുതി തന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ. By hydration of alkynes, addition of water to ethyne in the presence of H2SO4 and HgSO4 gives acetaldehyde. All other alkynes gives ketones in this reaction. ഇന്നലെ പറഞ്ഞാണല്ലോ. അപ്പൊ ആ റിയാക്ഷൻ പഠിക്കുക കേട്ടോ. Preparation of aldehydes. First one, from acyl chloride. Acyl chloride or acid chloride is hydrogenated over catalyst palladium on barium sulfate. This reaction is called Rosenmund reaction. Second one, from nitriles and esters. Rosenmund reduction equation. Okay. Nitriles are reduced to corresponding imine with stannous chloride in the presence of hydrochloric acid, which on hydrolysis gives corresponding aldehyde. This reaction is called Stephen reaction. ഈ എഴുതിയിരിക്കുന്ന സാധനങ്ങളെല്ലാം പഠിക്കണം കേട്ടോ. ഒന്നും ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ അതെല്ലാം തന്നെ പഠിക്കേണ്ടതാണ്. ഒന്നും തന്നെ വിട്ടു കളയാനില്ല. അതുകൊണ്ട് എല്ലാം പഠിക്കുക. ഓക്കെ. Alternatively, nitriles are selectively reduced by diisobutyl aluminum hydride, that is dival H, to imines followed by the hydrolysis of aldehydes. അതിന്റെ എക്സാമ്പിൾ ആണ് തന്നേക്കണേ. നൈട്രൈലിനെ നേരിട്ട് ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നത് കണ്ടോ? ആദ്യത്തേലും രണ്ടാമത്തേലും നൈട്രൈലിനെ നേരിട്ട് ആൽഡിഹൈഡ് ആക്കി മാറ്റിയേക്കാണ്. അതിന് ഉപയോഗിക്കുന്നതാണ് ഡൈബാൽ എച്ച്. ഓക്കെ. ഡൈബാൽ എച്ചിന്റെ ഫുൾ ഫോം പഠിക്കണം. ഡൈഐസോബ്യൂട്ടൈൽ അലൂമിനിയം. ഓക്കെ. Similarly, esters are also reduced to aldehydes with dibal H. ഒന്നും ചെയ്യേണ്ട. എസ്റ്റർ ഗ്രൂപ്പിനെ മാറ്റി അവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് കൊണ്ട് ഫിറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇത്ര ആലോചിച്ചിരുന്ന കൂടുതൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ പല ആൻസറിലേക്ക് നമ്മൾ പോകും. എസ്റ്റർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നേരെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് പിടിപ്പിക്കുക. നൈട്രൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ നേരെ മാറ്റി ആൽഡിഹൈഡ് ഗ്രൂപ്പ് പിടിപ്പിക്കുക. അത്രേ ഉള്ളൂ. ഇതാണ് ഡൈബാൽ എച്ചിന്റെ യൂസ്. കൂടുതലൊന്നും ചിന്തിക്കേണ്ട. ഓക്കെ. മെക്കാനിസം നിങ്ങൾക്ക് പഠിക്കാനേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ചോദ്യം ചോദിക്കില്ല. ഓക്കെ. From hydrocarbons, aromatic aldehydes or benzaldehyde and its derivatives are prepared from aromatic hydrocarbons by the following methods. First one, by oxidation of methyl benzene. Methyl benzene എന്ന് പറയുന്ന പേരാണ് toluene കേട്ടോ. methyl benzene എന്ന് പറയുന്ന മറ്റൊരു പേരാണ് toluene. ഓക്കെ. Strong oxidizing agent oxidizes toluene and its derivatives to benzoic acids. However, it is possible to stop the oxidation at the aldehyde stage with the suitable reagents that convert the methyl group to an intermediate that is difficult to oxidize further. അതായത് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചാൽ ഈ ടൊളുവിൻ നേരെ ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ക്രോമിൽ ക്ലോറൈഡ് എന്ന് പറയുന്ന റിയേജന്റ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പകുതിക്ക് വെച്ച് ഈ റിയാക്ഷൻ സ്റ്റോപ്പ് ആവും. അതിന്റെ കാരണം അവിടെ ആ ഇന്റർമീഡിയറ്റ് ഉണ്ടാവുന്നത് കൊണ്ടാണ്.
അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പിന്നെ നമ്മുടെ ചോയ്സിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം. ബെൻസാൽഡിഹൈഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമ്പൗണ്ട് വേണമെങ്കിൽ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറില്ല. ഓക്കെ. First method, use of chromyl chloride, CrO2 or Cl2. Chromyl chloride oxidizes the methyl group to a chromium complex, which on hydrolysis gives corresponding benzaldehyde. This reaction... ഇതിന്റെ അകത്ത് അവർ കോംപ്ലക്സ് കൊടുത്തേക്കുന്നത് ആ രണ്ടെണ്ണത്തിനെയും കൂടെ ഒരുമിച്ച് ബ്രാക്കറ്റിൽ ഇട്ടാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ എഴുതി തന്നേക്കണ പോലെ എഴുതിയാലും തെറ്റൊന്നുമില്ല. ഏത് രീതിയിലാണോ എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ പഠിച്ചോളൂ. This reaction is called Itard reaction. Second method, use of chromic oxide, CrO3. Chromic oxide മെത്തേഡ് അവിടെ നിൽക്കട്ടെ ഹനീനെ, അത് ഞാൻ ഒന്നോടെ ഒന്ന് കുറച്ച് അതിന്റെ മെക്കാനിസത്തിനെ പറ്റി വേണോ എന്നുള്ളതൊന്ന് അന്വേഷിച്ചിട്ട് അത് പഠിപ്പിച്ചില്ല, നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ബാക്കി Then by side chain chlorination followed by hydrolysis. Side chain chlorination of toluene gives benzyl chloride, which on hydrolysis gives benzaldehyde. This is a commercial method of manufacture of benzaldehyde. Third one, by Getterman-Koch reaction. When benzene or its derivatives is treated with carbon monoxide and hydrogen chloride in the presence of anhydrous aluminum chloride or cuprous chloride, it gives benzaldehyde or substituted benzaldehyde. This reaction is known as Getterman-Koch reaction. Benzaldehyde or substituted benzaldehyde എന്ന് പറയാൻ കാരണം എന്താണോ, ഇപ്പൊ ഈ ബെൻസീൻ ഉണ്ടല്ലോ, ഈ ബെൻസീനിന് പകരം അവിടെ നൈട്രോ ബെൻസീൻ ആണെന്ന് ഉപയോഗിച്ചെന്ന് കരുതുക. ഗാറ്റർമാൻ-കോച്ച് റിയാക്ഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ബെൻസാൽഡിഹൈഡിന് പകരം നൈട്രോ ബെൻസാൽഡിഹൈഡ് ആയിരിക്കും കിട്ടുന്നത്. ഇതിങ്ങനെ, അതായത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ഇപ്പൊ ബെൻസീൻ എന്നുള്ളതിന് പകരം നമ്മളിപ്പോ ഇതുപോലെ നൈട്രോ ബെൻസീൻ ആണ് ഉപയോഗിച്ചെന്ന് വിചാരിക്കുക. അതിനെ ഈ ഗാറ്റർമാൻ-കോച്ച് റിയാക്ഷന്റെ ഇതുണ്ടല്ലോ, COHCl അൺഹൈഡ്രസ് Cl3, ഇത് വെച്ചിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനത്തിലും എന്തുണ്ടാവും, ഈ നൈട്രോ ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ നമ്മുടെ ബെൻസാൽഡിഹൈഡ് CHO ഉണ്ടാവും. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസാൽഡിഹൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പൊ ബെൻസീനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ അത് തന്നെ ബെൻസാൽഡിഹൈഡിലും കാണാം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ബാക്കി വായിച്ചോളൂ അനി. Preparation of ketones from acyl chlorides. Treatment of acyl chlorides with dialkyl cadmium prepared by the reaction of cadmium chloride with Grignard reagent gives ketones. അതിനകത്ത് ഈ ഡൈആൽക്കൈൽ കാഡ്മിയം ഉണ്ടാവുന്ന സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ പഠിച്ചാൽ മതി, അത് നിർബന്ധമില്ല. ഡൈആൽക്കൈൽ കാഡ്മിയം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അത് വേണമെങ്കിൽ പഠിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, then second one, from nitriles. Treating a nitrile with Grignard reagent followed by hydrolysis yields a ketone. Then from benzene or substituted benzenes. When benzene or substituted benzene is treated with acid chloride in the presence of anhydrous aluminum chloride, it affords the corresponding ketone. This reaction is known as Friedel-Crafts acylation reaction. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇത്രയാണ് നമ്മളുടെ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഈ ഭാഗത്തുണ്ടെങ്കിൽ ചോദിക്കുക, എന്നിട്ട് വേണം എനിക്ക് അടുത്തയിലേക്ക് പോകാൻ. ഏതെങ്കിലും റിയാക്ഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ല, എന്നാ ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോയിക്കോട്ടെ. നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലം ചെയ്യാനുണ്ട്. പുസ്തകം അടച്ചു വെച്ചോളൂ, അല്ലെങ്കിൽ പ്രോബ്ലം ഒക്കെ നമ്മൾ കോപ്പി അടിക്കാൻ നോക്കി. ഓക്കെ, എല്ലാവരും അടച്ചോ പുസ്തകം. എന്നിട്ട് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. ഈ കാർബോണൈൽ, ഈ ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. എല്ലാവരും അടുത്ത ഹെഡിങ് ആയിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് എഴുതുക. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇതിൻ്റെ അകത്ത് 4 പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ആ 4 പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ലോവർ ആൽഡിഹൈഡ്സ്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഇത് എഴുതുക. ലോവർ ആൽഡിഹൈഡ്സ്. ലോവർ ആൽഡിഹൈഡ്സ് ലൈക്ക് മെഥനാൾ, എഥനാൾ,
are methanol are and ethanol are lower aldehydes like methanol and methanol and ethanol are in the gaseous state and liquid state respectively. Liquid state respectively. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മെഥനാൾ എന്ന് പറയുന്ന സാധനം ഒരു ഗ്യാസ് ആണ്, എഥനാൾ എന്ന് പറയുന്ന സാധനം ഒരു ലിക്വിഡ് ആണ്. അതാണ് പറഞ്ഞേക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ അതായത് അത് ലോവർ ആൽഡിഹൈഡ് ആണല്ലോ, ഏറ്റവും ചെറിയ ആൽഡിഹൈഡുകളാണ് മെഥനാളും എഥനോളും. അപ്പൊ അത് ഒന്നെങ്കിൽ ലിക്വിഡ് അല്ല, ഒരാൾ ഗ്യാസ് ആണ്, മറ്റേ ആൾ ലിക്വിഡ് ആണ്. ഇനി നിങ്ങൾ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതേണ്ടത് all other aldehydes and ketones, all other aldehydes and ketones are liquids or solids at room temperature. മറ്റെല്ലാ ആൽഡിഹൈഡുകളും കീറ്റോണുകളും എന്താണ്? ഒന്നെങ്കിൽ ലിക്വിഡ് ആണ്, അല്ലെങ്കിൽ സോളിഡ് ആണ്. അതും ഹയർ ആൽഡിഹൈഡിലേക്ക് പോകുന്നതോറും സോളിഡ് ആണ് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്തുള്ള. ഏറ്റവും വലിയ ചെയിൻ വലുതാവും തോറും അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ, ലിക്വിഡ് ആയിരിക്കില്ല. ഇതാണ് ആദ്യത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടി. അപ്പൊ എന്താണ്? ചെറിയ ആൽഡിഹൈഡുകൾ ഗ്യാസോ ലിക്വിഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ വലിയ ആൽഡിഹൈഡിലേക്ക് പോകുന്നതോറും അത് ഏത് സ്റ്റേറ്റിലേക്ക് പോകും? സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, ഇനി അടുത്തൊരു സൈഡ് ഹെഡിങ് ആയിട്ട് ഒരു സ്റ്റാർ ഇട്ടിട്ട് ബോയിലിംഗ് പോയിന്റ് എന്ന് എഴുതുക. ബോയിലിംഗ് പോയിന്റ് എന്നിട്ട് എഴുതുക ബോയിലിംഗ് പോയിന്റ് ഓഫ് an aldehyde or ketone is higher than ethers of comparable molecular mass. എന്നിട്ട് എഴുതുക this is due to the dipole interaction. This is due to the dipole interaction in carbonyl compounds. നിങ്ങൾ ആ കോമ്പൗണ്ട് എന്നുള്ളതൊക്കെ മൊത്തത്തിൽ എഴുതിക്കോളൂ കേട്ടോ. ഇൻ കാർബോണൈൽ കോമ്പൗണ്ട്സ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഒരു കാര്യം നോക്കുക. അതായത് ഞാനിപ്പോ ഇവിടെ ഒരു ആൽഡിഹൈഡിന്റെ സ്ട്രക്ചർ വരയ്ക്കാം. ഓക്കെ, RCOH ഇതൊരു ആൽഡിഹൈഡ് ആണല്ലോ. ഇനി വേറൊരു ആൽഡിഹൈഡ് വരയ്ക്കുകയാണ്, RCOH. ഇങ്ങനെ ഒരു ആൽഡിഹൈഡ് വരച്ചു. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഈ ആൽഡിഹൈഡ് എന്ന് പറയുന്ന ആൽഡിഹൈഡിലെ കാർബണിനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് ആർക്ക്? ഓക്സിജന്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും. ഓക്സിജന് ഒരു നെഗറ്റീവ് ചാർജും കാർബണിന് ഒരു പോസിറ്റീവ് ചാർജും ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെയും കാർബണിന് ഒരു പോസിറ്റീവ് ചാർജും ഈ നെഗറ്റീവ് ചാർജും. അപ്പൊ ഈ പറയുന്ന ആൽഡിഹൈഡിനെ നമുക്കൊരു ഡൈപോൾ എന്ന് വിളിക്കാം. ഈ പറയുന്ന ആൽഡിഹൈഡിനെ നമുക്കൊരു ഡൈപോൾ എന്ന് വിളിക്കാം. അല്ലെ, ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് പോളുള്ള സാധനം, നെഗറ്റീവ് പോളും പോസിറ്റീവ് പോളും ഉള്ള സാധനത്തിനെയാണ് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ രണ്ടുപേരെ നമുക്ക് ഡൈപോൾ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജുള്ള കാർബണും ഇപ്പുറത്തെ നെഗറ്റീവ് ചാർജുള്ള ഓക്സിജനും കൂടെ പതുക്കെ എന്ത് ചെയ്യും? ഇന്ററാക്ട് ചെയ്യും. അത് ഞാനിപ്പോ വാട്സപ്പ് തിരിഞ്ഞു, ഇത് മേളിലോട്ട് വരികയായിരിക്കും ഇച്ചിരി എളുപ്പം. ഈ പറയുന്ന ഇത് നെഗറ്റീവ് വരിക കേട്ടോ. ഈ പറയുന്ന പോസിറ്റീവ് ചാർജുള്ള കാർബണും ഈ നെഗറ്റീവ് ചാർജുള്ള ഓക്സിജനും കൂടെ പരസ്പരം ഇന്ററാക്ട് ചെയ്യും. അങ്ങനെ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡൈപോൾ ഇന്ററാക്ഷൻ. രണ്ട് ഡൈപോളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ. അപ്പൊ അങ്ങനെ ഡൈപോൾ ഇന്ററാക്ഷൻ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും? ഈ എല്ലാ ആൽഡിഹൈഡ് മോളിക്യൂളും ഒരുമിച്ചായിരിക്കും നിൽക്കുന്നത്. കാരണം പരസ്പരം എല്ലാവരും കണക്റ്റഡ് ആണ്. ഒരാളുടെ കാർബണും മറ്റേയാളുടെ ഓക്സിജനും, നീയക്കടെ കാർബണും മറ്റേയാളുടെ ഓക്സിജനും, അങ്ങനെ എല്ലാവരും അടുപ്പിച്ച് ഇങ്ങനെ ഒരുമിച്ചായിരിക്കും നിൽക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ബോയിലിംഗ് പോയിന്റും കൂടുതലായിരിക്കും. കാരണം ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന സാധനത്തിന്റെ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്യണം അല്ലെ, എല്ലാ ബോണ്ടും ബ്രേക്ക് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് ഇഷ്ടംപോലെ ബോണ്ട് ഉണ്ടായേക്കുവാണ്, പല അടുപ്പിച്ച് എല്ലാവരും തമ്മിൽ ഡൈപോൾ ബോണ്ട് ഉണ്ടായേക്കുവാണ്. അപ്പൊ ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ ഹീറ്റ് എനർജി കൊടുക്കേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഈ ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും ബോയിലിംഗ് പോയിന്റ് ആരെക്കാളും കൂടുതലാണ്? ഈഥറിനേക്കാളും കൂടുതലാണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ഈഥർ എന്ന് പറഞ്ഞാൽ എന്താണ്? ROR അല്ലെ, ഇതാണ് ഈഥർ. അപ്പൊ ഈഥറിനേക്കാളും കൂടുതൽ ആണ് ആർക്ക്? നമ്മളുടെ ഈ ആൽഡിഹൈഡിനും കീറ്റോണിനും ഉള്ള ബോയിലിംഗ് പോയിന്റ്. അതിന്റെ കാരണമാണ് ഡൈപോൾ ഇന്ററാക്ഷൻ. ഫസ്റ്റ് പോയിന്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ? സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവൂല. എങ്ങനെ? ഹൈഡ്രജൻ ബോണ്ടിങ്ങും പറ്റൂലേ ഇതിനകത്ത്? കാരണം OU വെച്ചുകൊണ്ടല്ലോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൽക്കൈൽ ചെയിനിന്റെ സൈസ് കൂടുന്തോറും അതിനുള്ള പോസിബിലിറ്റി കുറഞ്ഞു വരും. അതെ, അതിന്റെ സാധ്യത കുറവാണ്. ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും, വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് ഇച്ചിരി നേരം കഴിയുമ്പോൾ പറയും കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്, ഞാൻ എഴുതുന്നില്ല, പറഞ്ഞു തരാം, നിങ്ങൾ എഴുതിക്കോ. അടുത്ത പോയിന്റ് എഴുതുക. The boiling point of aldehydes and ketones ഈ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുമ്പോഴും അതിൻ്റെ അകത്ത് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആണ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ കൂടുതൽ സാധ്യത. ഇവിടെ ഇപ്പൊ കാർബണിലേക്കല്ലേ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ? എന്നോടാ പറയുന്നത് കേട്ടോ. ഇവിടെ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കാർബണുമായിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് അത് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ നേരെ മറിച്ച് ഒരു ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആണെങ്കിലാണ് ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പൊ എഴുതിക്കോ. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് are lower than alcohols. അതിന്റെ കാരണം എന്തായിരിക്കും നിങ്ങൾക്കൊന്ന് പറയാമോ? ഒന്ന് വായിച്ചു നോക്കിക്കേ. ആൽക്കഹോളിനേക്കാളും കുറവായിരിക്കും ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും ബോയിലിംഗ് പോയിന്റ്. അതിന്റെ കാരണം എന്തായിരിക്കും? കൃഷ്ണയ്ക്ക് പറയാമോ എന്തായിരിക്കും കാരണം എന്ന്? കൃഷ്ണ പറയാമോ എന്തായിരിക്കും കാരണം? ആൽക്കഹോളിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കുറവാവാൻ കാരണം എന്തായിരിക്കും? ബോണ്ട് ഡിഫറെന്റ് ആയതുകൊണ്ട്. സാൻഡ്രയ്ക്ക് പറയാമോ എന്തുകൊണ്ടായിരിക്കുന്നത്? ആൽക്കഹോൾസിൽ ഹൈഡ്രജൻ ബോണ്ടിങ് യെസ്, അത് തന്നെയാണ് കാരണം. ആൽക്കഹോളിൽ ഉള്ളത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അത് നിങ്ങൾ നോക്കാതെ ഒരു ആൽക്കഹോൾ ഞാനിപ്പോ ഇടുക. ആൽക്കഹോൾ എങ്ങനെ എഴുതണേ? ROH. വേറൊരു ആൽക്കഹോൾ എടുക്കുക, ROH. ഈ ഓക്സിജന് നെഗറ്റീവ് ചാർജ്, ഈ ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ്, ഈ ഓക്സിജന് നെഗറ്റീവ് ചാർജ്, ഈ ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ്. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ഓക്സിജനും പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രജനും കൂടെ ഇന്ററാക്ട് ചെയ്യും. ഇതിനെയാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഈ ഹൈഡ്രജൻ ബോണ്ടിന് ഡൈപോൾ ഇന്ററാക്ഷനേക്കാളും സ്ട്രെങ്ത് കൂടുതലാണ്. ഡൈപോൾ ഇന്ററാക്ഷനേക്കാളും സ്ട്രെങ്ത് കൂടുതൽ ആർക്കാണ്? ഹൈഡ്രജൻ ബോണ്ടിങ്ങിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൽക്കഹോൾസ് തമ്മിലുള്ളത് ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാനാണ് കൂടുതൽ എനർജി കൊടുക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അപ്പൊ അതും കൂടെ എഴുതി വെച്ചോളൂ, എഴുതിക്കോ താഴെ. ബിക്കോസ് in alcohols hydrogen bonding is present. In alcohols hydrogen bonding is present. Hydrogen bonding is present which is stronger than dipole interaction.
which is stronger than dipole-dipole interaction. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ 3 സാധനം നിങ്ങൾക്ക് തരാം. ഒന്ന് ഒരു ആൽക്കഹോള്, ഒന്ന് ഒരു ആൽഡിഹൈഡ്, ഒന്ന് ഒരു ഈതർ. ഈ 3 സാധനത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്, ആർക്കാണ് ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു. ആരൊക്കെയാണ്? ആൽക്കഹോള്, ആൽഡിഹൈഡ്, ഈതർ. മെഹറിൻ പറയൂ. മെഹറിൻ. ആൽക്കഹോൾസിന് ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവോ? ഈതർ. ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ആൽക്കഹോളിന്, ഏറ്റവും കുറഞ്ഞ ബോയിലിംഗ് പോയിന്റ് ഈതറിന്. അപ്പൊ ഞാൻ ഈ ലിസ്റ്റിലേക്ക് ഒരാളെ ഇങ്ങനെ ചേർക്കുവാണ്, ആൽക്കെയിൻ. ആൽക്കെയിൻ സാധാരണ ആൽക്കെയിനിലെ മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, അയാളെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അയാളുടെ സ്ഥാനം എവിടെ വരും? ഇവരുടെ ഇടയ്ക്ക് വരുമോ, അതോ ഇവരെക്കാളും മുമ്പ് വരുമോ, അതോ ഇവരൊക്കെ കഴിഞ്ഞിട്ട് വരുമോ? എവിടെ വരും? ചോദിക്കണേന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഈ 3 പേരുണ്ട്, ആൽക്കഹോളുണ്ട്, ഈതറുണ്ട്, ആൽഡിഹൈഡ് ഉണ്ട്. അതിന്റെ കൂടെ ഒരാളെ എങ്ങനെ ചേർക്കുവാണ്? ആര്? ആൽക്കെയിൻ. ആൽക്കെയിനെ എങ്ങനെ ചേർത്തു? അയാളുടെ സ്ഥാനം എവിടെയായിരിക്കും എന്ന് പറഞ്ഞു. ആരാ പറയണേ? നബ്രാസിന് പറയാമോ? നബ്രാസ്. നബ്രാസ്. ഓഡിയോ ഓൺ ചെയ്യാട്ടോ. ഓഡിയോ ഇല്ല, രക്ഷയില്ല. സാരംഗ്. ഏറ്റവും കുറവായിരിക്കും. എന്തുകൊണ്ട് ഏറ്റവും കുറവായിരിക്കും? കാരണമൊന്നും എനിക്കറിയില്ല, പറഞ്ഞേ ഉള്ളൂ. കാരണം അറിയില്ലെങ്കിൽ സാരംഗ് ഏറ്റവും കുറവായിരിക്കും എന്ന് പറയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതലായിരിക്കുന്നത് എന്തുകൊണ്ടാണ് പറയാത്തത്? കാരണം അറിയില്ലെങ്കിൽ ഏറ്റവും കൂടുതലായിരിക്കും പറയണ്ടല്ലേ? എനിക്ക് പെട്ടെന്ന് വായിൽ വന്നത് കുറവാന്നാണ്. അതെ, അപ്പൊ എന്തോ ഒരു ഇൻട്യൂഷൻ ഉണ്ട് സാരംഗ്, അത് പുറത്തോട്ടിടൂ. എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? നേരത്തെ എവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു, ചിലപ്പോ ആൽക്കഹോൾ ഈതർ ചാപ്റ്ററില്ലേ അതിനകത്ത് വായിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഈതറിനേക്കാളും കുറവായിരിക്കും എന്നല്ലേ ഇപ്പൊ സാരംഗ് പറഞ്ഞത്? അത് ശരിയാണ്. കാരണം എന്നാന്ന് വെച്ചാൽ അതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റം ഇല്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ ഈതെയിൻ എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള വല്ല ആറ്റം ഉണ്ടോ? ഒരു ആറ്റം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 2 മീഥെയിൻ മോളിക്യൂള് അല്ലെങ്കിൽ 2 ഈതെയിൻ മോളിക്യൂള് തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് ഇന്ററാക്ഷൻ ആയിരിക്കും? ആ ഇന്ററാക്ഷന്റെ പേര് നിങ്ങൾക്ക് പറയാമോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 2 ആൽഡിഹൈഡ് തമ്മിലുള്ള ഇന്ററാക്ഷന്റെ പേരാണ് എന്താ? ഡൈപോൾ ഇന്ററാക്ഷൻ. 2 നമ്മളുടെ ആൽക്കഹോൾ തമ്മിലുള്ള ഇന്ററാക്ഷന്റെ പേരാണ് ഹൈഡ്രജൻ ബോണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ആൽക്കെയിൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്തെന്ന് വിളിക്കും? ആരെങ്കിലും തന്നെ പറയാമോ എന്തായിരിക്കും ആ ഇന്ററാക്ഷന്റെ പേരെന്ന്? അറിയില്ല. നബീലിന് പറയാമോ? വേണ്ട, ഹൃദ്യക്ക് പറയാമോ? ഹൃദ്യ, ചാൻസ് കിട്ടാതിരിക്കണവരോട് ചോദിക്കാം. അറിയില്ല. ആഭയ്ക്ക് പറയാമോ? ആഭ അറിയില്ല. ആർക്കെങ്കിലും അറിയാമോ? എനിബഡി? മിലൻ പറഞ്ഞോളൂ. വാണ്ടർവാൾസ് അല്ലേ? വാണ്ടർവാൾ ഫോഴ്സ് അല്ലെ? വാണ്ടർവാൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആണല്ലോ, എല്ലാരും തമ്മിലുള്ള ഫോഴ്സ് ആണ് വാണ്ടർവാൾ ഫോഴ്സ്. അപ്പൊ ഒരുത്തനും ഇല്ലെങ്കിലും അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് വാണ്ടർവാൾ ഫോഴ്സ്. അപ്പൊ ആൽക്കെയിൻസ് തമ്മിലുള്ള ഫോഴ്സ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഇറ്റ് ഈസ് വാണ്ടർവാൾ ഫോഴ്സ്. ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ്, ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആണ് വാണ്ടർവാൾ ഫോഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കും. സോ ആൽക്കെയിന്റെ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും ഇവരെക്കാളൊക്കെ കുറവ്. പിന്നെ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, അതിന്റെ അകത്ത് അവസാനം എഴുതിയേക്കണ ആ പോയിന്റ് ഓഫ് കമ്പയറബിൾ മോളിക്കുലാർ മാസ് എന്ന് കണ്ടല്ലോ. അതായത് ഞാൻ ഈ പറഞ്ഞ 4 പേരുടെയും മോളിക്കുലാർ മാസ് ഏകദേശം സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കണ്ടീഷൻ ഒക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ എടുക്കുന്ന ആൽക്കഹോളിന്റെയും ആൽഡിഹൈഡിന്റെയും ഈഥറിന്റെയും ആൽക്കൈന്റെ ഒക്കെ മോളിക്കുലാർ മാസ് എങ്ങനെയായിരിക്കണം? ഏകദേശം സെയിം ആണെങ്കിൽ മാത്രമേ ഈ ഓർഡർ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് നിങ്ങൾ എഴുതിക്കൊള്ളുക. നെക്സ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് സോലുബിലിറ്റി ഇൻ വാട്ടർ. സോലുബിലിറ്റി ഇൻ വാട്ടർ. എന്താ മല?
ഈതേഴ്സ് തമ്മിലുള്ള ഫോഴ്സ് എന്തായിരുന്നു? അതും ഈ ഡൈപോൾ ഫോഴ്സ് തന്നെയാണ്. അത് പക്ഷെ മറ്റേ കാർബോണിലിനേക്കാളും കുറവാന്നേ ഉള്ളൂ. അപ്പൊ സോലുബിലിറ്റി ഇൻ വാട്ടർ എഴുതിക്കൊള്ളുക. ലോവർ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് can form hydrogen bond with water full stop. Therefore they are found to be soluble in water. എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഞാൻ ഈ വരയ്ക്കുന്ന സ്ട്രക്ചർ വരച്ചു വെക്കുക. ഇപ്പൊ ഞാൻ ഒരു കീറ്റോണിന്റെ സ്ട്രക്ചറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. കീറ്റോൺ, അതിൻ്റെ അകത്തേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുകയെന്ന് വിചാരിക്കുക. വാട്ടറിന്റെ സ്ട്രക്ചർ എങ്ങനെ വരും? ഇതുപോലെ വരും അല്ലേ? ഇതല്ലേ വാട്ടർ. അപ്പൊ ഈ കീറ്റോണിലുള്ള ഓക്സിജന് നെഗറ്റീവ് ചാർജ് ആണല്ലോ, കാർബണിന് പോസിറ്റീവ് ചാർജ് ആണല്ലോ, ഇവിടെ പോസിറ്റീവ് ചാർജ് അല്ലേ? ഇത് തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ഈ സ്ട്രക്ചർ വരച്ചു വെക്കുക. ഞാൻ പറഞ്ഞു തരാട്ടോ എന്താ സംഭവം എന്ന്. അടുത്ത പോയിന്റ് കൂടെ എഴുതിയിട്ട് പറയാം. എന്നിട്ട് അടുത്ത പോയിന്റ് ആയിട്ട് താഴെ എഴുതുക. But as the chain length of alkyl group increases, comma, they become insoluble in water. They become insoluble in water. എന്താ പറഞ്ഞേക്കണതിന്റെ അർത്ഥം? അതായത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കീറ്റോൺ ഒരു ചെറിയ കീറ്റോൺ ആണെന്ന് വിചാരിക്കും. അപ്പൊ മീഥൈൽ കീറ്റോൺ, CH3 CO CH3, ഇങ്ങനെ ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ചെറിയ ആൽക്കൈൽ ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ചെറിയ ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഈ വാട്ടറുമായിട്ട് അത് എന്ത് ചെയ്യും? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാട്ടറിൽ ഡിസോൾവ് ആവുകയും ചെയ്യും. അതായത് ഇപ്പൊ ഞാനിപ്പോ എടുത്തിരിക്കുന്ന കീറ്റോൺ ഉണ്ടല്ലോ, ആ കീറ്റോൺ വെള്ളത്തിൽ ഡിസോൾവ് ആവും. കാരണം എന്താ? വെള്ളമായിട്ട് അത് എന്ത് ചെയ്യും? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഞാൻ ഈ കീറ്റോണിന് പകരം ഇവിടെ ഒരു ഇച്ചിരി വലിയ ആൽക്കൈൽ ചെയിൻ ആണ് എടുത്തതെന്ന് വിചാരിക്കുക. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വലുത് CH3 CH2 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 ഇങ്ങനെ വലിയ ആൽക്കൈൽ ചെയിൻ എടുത്തിട്ട് ഒരു കീറ്റോൺ ആണ് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് എടുത്തേക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൽക്കൈൻസ് എന്ത് ചെയ്യില്ല? ഇങ്ങനെ വലിയൊരു ആൽക്കൈൽ ചെയിൻ ആണെങ്കിൽ അത് വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അത് വാട്ടറിൽ സോലുബിൾ ആവുകയില്ല. അതിന്റെ കാരണം എന്തായിരിക്കും നിങ്ങൾക്ക് പറയാമോ? വാട്ട് വിൽ ബി ദ റീസൺ? എന്തോ ആയിരിക്കും അതിന്റെ കാരണം? ഞാൻ ചോദിക്കണവർ പറഞ്ഞാൽ മതി കേട്ടോ. സ്വാലിഹയ്ക്ക് പറയാമോ എന്തായിരിക്കും കാരണം എന്ന്? അതുകൊണ്ട് തന്നെയാണ്. അതായത് അവിടെ ഓർഗാനിക് പാർട്ടിന്റെ നീളം കൂടുന്നു. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, സർഫസ് കെമിസ്ട്രിയിൽ പഠിച്ചില്ലേ, ഓർഗാനിക് പാർട്ട് ഈസ് ഹൈഡ്രോഫോബിക്. അതിന് വെള്ളത്തിനെ ഇഷ്ടമല്ല. ആ ഓർഗാനിക് പാർട്ടിന് വെള്ളത്തിനെ ഇഷ്ടമല്ല. അത് വാട്ടർ റിപ്പല്ലന്റ് ആണ്. അത് വാട്ടറിനെ റിപ്പൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വെള്ളമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എനി ഡൗട്ട്? അപ്പൊ ഹനീൻ വേഗം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എടുത്തോളുക, വായിച്ചോളുക. Physical properties. The physical properties of aldehydes and ketones are described as follows. Methanol is a gas at room temperature. Ethanol is a volatile liquid. Other aldehydes and ketones are liquid or solid at room temperature. The boiling points of aldehydes and ketones are higher than hydrocarbons and ethers of comparable molecular masses. The boiling point of aldehydes and ketones are higher than hydrocarbons and ethers of comparable molecular mass.
It is due to the weak molecular association in aldehydes and ketones arising out of the dipole-dipole interactions. Also, dipole-dipole interaction. Okay. Also, their boiling points are lower than those of alcohols of similar molecular masses due to absence of intermolecular hydrogen bonding. The following ആൽക്കഹോളിലുള്ള ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൽഡിഹൈഡിൽ ഇല്ല, അല്ലെങ്കിൽ കീറ്റോണിൽ ഇല്ല. അതുകൊണ്ട് തന്നെ കീറ്റോണിന്റെയും ആൽഡിഹൈഡിന്റെയും ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിനേക്കാൾ കുറവാണ്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ബാക്കി The following compounds of molecular masses 58 and 60 are ranked in order of the increasing boiling points. കണ്ടോ, ആ ബോയിലിംഗ് പോയിന്റ്, അതായത് എല്ലാവരുടെയും മോളിക്കുലാർ മാസ് ഏകദേശം സെയിം ആണ്, 58 തൊട്ട് 60 വരെയുള്ള റേഞ്ചിലാണ്. അതിൽ തന്നെ കൂടി ബോയിലിംഗ് പോയിന്റ് കൂടി വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നത് ഉണ്ടോ? അതാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇങ്ങനെയായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. കുറെ കോമ്പൗണ്ട് തന്നിട്ട് അതിനെ അറേഞ്ച് ചെയ്യാൻ പറയും ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡറിൽ. ഇനി the lower members of aldehydes and ketones such as methanol, ethanol, and propanol are miscible with water in all proportions because they form hydrogen bond with water. However, the solubility of aldehydes and ketones decreases rapidly on increasing the length of alkyl chain. All aldehydes and ketones are fairly soluble in organic solvents like benzene, ether, methanol, chloroform, etc. അത് പിന്നെ പറയാനില്ലല്ലോ, എല്ലാ ആൽഡിഹൈഡും കീറ്റോണും എന്താണ് ഓർഗാനിക് സോൾവെന്റിൽ ഡിസോൾവ് ആവും. കാരണം എന്താണ്, ഓർഗാനിക് മോളിക്യൂൾ ആണല്ലോ അത്. അപ്പൊ പിന്നെ അത് ഓർഗാനിക് സോൾവെന്റിൽ ഡിസോൾവ് ആയാലേ പറ്റുള്ളൂ. സോ കാരണം ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്നാണല്ലോ, അതാണ് പ്രിൻസിപ്പിൾ. ഒരേപോലെ ഇരിക്കുന്ന സാധനങ്ങൾ ഡിസോൾവ് ആവും. ഓർഗാനിക് സാധനമാണെങ്കിൽ ഓർഗാനിക് സോൾവെന്റിൽ ഡിസോൾവ് ആവും. ഓക്കെ. The lower aldehydes have sharp pungent odors. As the size of the molecule increases, the odor becomes less pungent and more fragrant. In fact, ചെറിയ ആൽഡിഹൈഡിന്റെ ഒക്കെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ രൂക്ഷഗന്ധമാണ്. അതായത് പഞ്ചന്റ് എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായ ഗന്ധമാണ്. എന്നാൽ വലിയ ആൽഡിഹൈഡിന്റെ അതിന്റെ ഗന്ധം വളരെ ഫ്രാഗ്രന്റ് ആണ്, നല്ല സ്വീറ്റ് സ്മെല്ലിംഗ് ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ. In fact, many naturally occurring aldehydes and ketones are used in the blending of perfumes and flavoring agents. അത് വായിക്കണ്ട. അപ്പോ ഇനി എല്ലാരും പുസ്തകം അടച്ചോളൂ, ഒരു ചോദ്യം എഴുതിക്കോ. പുസ്തകം അടയ്ക്കുക, ചോദ്യം എഴുതുക. Arrange the following compounds. Arrange the following compounds. Arrange the following compounds in the increasing order of their boiling point. In the increasing order of their boiling point. In the increasing order of their boiling point. എന്നിട്ട് കോമ്പൗണ്ടുകൾ താഴെ എഴുതിക്കൊള്ളുക. CH3 CH2 CH2 CHO, CH3 CH2 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 OH, C2H5O C2H5, CH3 CH2 CH2 CH3.
എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്ര വലിയ പാടുള്ള ചോദ്യമൊന്നും അല്ലല്ലോ. ഉത്തരം പറഞ്ഞോളൂ. ആരാ ഉത്തരം പറയുന്നേ? ഫാത്തിമ സജീവ് പറഞ്ഞ ഉത്തരം വേഗം പറഞ്ഞു. ഫസ്റ്റ് വണ് CH3 CH2 CH2OH. In the increasing order of their boiling points. Increasing order എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബോയിലിംഗ് പോയിന്റ് കൂടി കൂടി വരുന്ന ഓർഡർ. അതായത് ഏറ്റവും കുറഞ്ഞ ആളുടെ പേരാണ് ആദ്യം എഴുതേണ്ടത്. അപ്പം C2H5 or C2H5 ആണോ? ഫാത്തിമയുടെ റിലേ എവിടെയോ കട്ടായി പോയി എന്ന് വേണമല്ലോ എഴുതാൻ. C2H5 or C2H5 എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഫാത്തിമ? ഈസ് ഇറ്റ് ആൻ ഈഥർ, കാർബോക്സിലിക് ആസിഡ്, ആൽഡിഹൈഡ്, കീറ്റോൺ ഓർ ആൽക്കഹോൾ? കീറ്റോൺ. ഏത്? C2H5 or C2H5 ഓ? കീറ്റോണാ? ROR അത് കീറ്റോൺ ആണോ? ROR എസ്റ്റർ ആണോ? ROR 500 തവണ എഴുതിയാലോ നമുക്ക് അങ്ങോട്ട് 500 ടൈംസ്. ഞാൻ ഓഫീസിലേക്ക് റെഫർ ചെയ്യട്ടെ ഫാത്തിമേനെ? വേണ്ട. എന്നാ വേഗം പറയൂ. ROR എന്ന് പറഞ്ഞാൽ ഏത് ഓർഗാനിക് മോളിക്യൂളാ? പെട്ടെന്ന് പറഞ്ഞോ. ROR കീറ്റോൺ അല്ലേ? അല്ല, കീറ്റോൺ എന്ന് പറഞ്ഞാൽ RCOR ആണ്. ഇത് വെറും ROR. രാഹുൽ ഏതാണ്? രാഹുലിന്റെ ഓഡിയോ സ്റ്റാർട്ട് ആണല്ലോ. ഏതാ? ROR ഏതാണെന്ന് ഞാൻ ചോദിച്ചത്. എസ്റ്ററോ? എല്ലാരെയും ഞാനിപ്പോ മിക്കവാറും ഓട്ടിക്ക് വിടുന്നത്. ROR എസ്റ്ററോ? ഈഥർ. ROR എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഈഥർ. ഈഥർ ആണ് ROR. അപ്പൊ ഈഥറിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കുറവുള്ള ഒരാൾ അതിൻ്റെ അകത്തുണ്ടല്ലോ. അപ്പൊ പിന്നെ ഈഥറിന്റെ പേര് ആദ്യം പറഞ്ഞാൽ ശരിയാവണം എങ്ങനെയാ? ഏറ്റവും ബോയിലിംഗ് പോയിന്റ് കുറവ് അവിടെ ആർക്കാണ്? പറഞ്ഞ ഡിയോൺ. CH3 CH2 CH2 CH3 ആണ്. അത് തന്നെ. അതായത് ഞാൻ പറഞ്ഞത് ആൽക്കെയിൻ. ഇതൊരു ആൽക്കെയിൻ ആണല്ലോ. ദിസ് ഈസ് ആൻ ആൽക്കെയിൻ. ദിസ് ഈസ് ആൻ ആൽഡിഹൈഡ്. ഇതൊരു ആൽഡിഹൈഡ് ആണ്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് നോക്കുക നിങ്ങൾ. CHO ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ്. OH ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആൽക്കഹോള്. O ഫംഗ്ഷണൽ ഗ്രൂപ്പ് വെറും ഒരു O വന്നു കഴിഞ്ഞാൽ അത് ഈഥർ. അപ്പൊ ആൽഡിഹൈഡ്, ആൽക്കഹോള്, ഈഥർ, ആൽക്കെയിൻ. ഇതിന്റെ ഓർഡറിൽ ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞു തന്നേ. ഏറ്റവും കുറവുള്ളയാള് ആൽക്കെയിൻ, പിന്നെ ഈഥർ, പിന്നെ ആൽഡിഹൈഡ്, ലാസ്റ്റ് ആൽക്കഹോൾ. ആൽക്കഹോളിനാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, അപ്പൊ ബാക്കി നാളെ. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. സാർ, ഈ പ്ലനാറും കോപ്ലനാറും സെയിം